നമസ്കാരം. പകൽ വാർത്ത ആരംഭിക്കുന്നു. ആദ്യം നോക്കാം പ്രധാന തലക്കെട്ട്. വോട്ടെടുപ്പിന് ഇനി 10 നാൾ. ആരോപണ ചൂടിലും വെല്ലുവിളിയിലും ഇളകി മറിഞ്ഞ് രാഷ്ട്രീയ കേരളം. സംവാദത്തിനുള്ള പ്രതിപക്ഷ നേതാവിന്റെ വെല്ലുവിളി ഏറ്റെടുത്ത് മുഖ്യമന്ത്രി. സ്ഥലവും സമയവും മുഖ്യമന്ത്രിക്ക് തീരുമാനിക്കാമെന്ന് വി.ഡി. സതീശൻ. മുതിർന്നവർക്കുള്ള ഹോം വോട്ടിന് തുടക്കം. മണ്ഡലങ്ങളെ ആവേശക്കടലാക്കി നേതാക്കൾ. CPM BJP ഡീൽ ആവർത്തിച്ച് രാഹുൽ ഗാന്ധി. കോൺഗ്രസിനെ അധികാരത്തിന് പുറത്തു നിർത്താൻ ശ്രമിക്കുന്നത് BJP എന്നും രാഹുൽ. കൊട്ടാരക്കരയിലും ചടയമംഗലത്തും മുഖ്യമന്ത്രിയുടെ പ്രചാരണം. അമിത്ഷാ നാളെ തിരുവനന്തപുരത്ത്. വിദേശ സംഭാവന നിയന്ത്രണ ചട്ടത്തിലെ ഭേദഗതിക്കെതിരെ കടുത്ത വിമർശനവുമായി ഓർത്തഡോക്സ് സഭയും. ആശങ്കാജനകമെന്നും പുനഃപരിശോധിക്കണമെന്നും ബെസേലിയോസ് മാത്യൂസ് തൃതീയൻ. ബില്ലിന് പിന്നിൽ ഗൂഢലക്ഷ്യമെന്ന് കോൺഗ്രസ്, ഗുണകരമെന്ന് കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ. അമേരിക്ക കരയുദ്ധത്തിനൊരുങ്ങിയാൽ കനത്ത തിരിച്ചടി നേരിടുമെന്ന് ഇറാന്റെ മുന്നറിയിപ്പ്. US സൈനികരെ പേർഷ്യൻ ഉൾക്കടലിലെ സ്രാവുകൾക്ക് ഭക്ഷണമാക്കുമെന്ന് ഇറാൻ സൈനിക വക്താവ്. അമേരിക്കയുടെ ലക്ഷ്യം ഇറാനിലെ ക്രൂഡ് ഓയിലും ഖാർഗ് ദ്വീപുമെന്ന് സമ്മതിച്ച് ട്രംപ്. തകർന്നടിഞ്ഞ ഓഹരി വിപണി. സെൻസെക്സ് 1000 പോയിന്റിലേറെ താഴ്ന്നു. നിഫ്റ്റിയിലും കനത്ത ഇടിവ്. കുതിച്ചുയർന്ന ക്രൂഡ് ഓയിൽ വില. സ്വർണ്ണവില താഴോട്ട്. കൊച്ചിയിൽ വാഹനാപകടത്തിൽ 3 മരണം. മരിച്ചത് ബൈക്ക് യാത്രക്കാരായ യുവാക്കൾ. ഇടക്കൊച്ചി കണ്ണങ്ങാട് പാലത്തിന് സമീപം അപകടത്തിൽ 21കാരന് ദാരുണാന്ത്യം. കോയമ്പത്തൂരിൽ കാറുകൾ കൂട്ടിയിടിച്ച് 3 മരണം. മരിച്ചവരിൽ 2 മലയാളികൾ. തിരുവനന്തപുരം നെയ്യാറ്റിൻകരയിൽ യുവതിയെ ആക്രമിച്ച ശേഷം യുവാവിന്റെ ആത്മഹത്യാശ്രമം. കുത്തേറ്റത് ജിം ട്രെയിനർ കാവ്യയ്ക്ക്. ആക്രമിച്ചത് പാറശാല സ്വദേശി അശ്വന്ത്. സംസ്ഥാനത്ത് SSLC പരീക്ഷയ്ക്ക് സമാപനം. മൂല്യനിർണ്ണയത്തിന് ഏപ്രിൽ 16 തുടക്കമാകും. ഇനി ഫലത്തിനായുള്ള കാത്തിരിപ്പ്. കന്നിപ്പോരാട്ടത്തിന് കച്ചകെട്ടി വിജയ്. പെരമ്പൂരിലും തിരുച്ചിറപ്പള്ളി ഈസ്റ്റിലും പത്രിക നൽകി. പെരമ്പൂരിൽ പ്രചാരണ തുടക്കം. കൊളത്തൂരിൽ പത്രിക സമർപ്പിച്ച് സ്റ്റാലിൻ. 10,000ങ്ങളെ ആവേശത്തിലാക്കി സ്റ്റാലിന്റെ ശക്തി പ്രകടനം. IPL ഇന്ന് രാജകീയ പോരാട്ടം. രാജസ്ഥാൻ റോയൽസ് ചെന്നൈ സൂപ്പർ കിങ്സിനെ നേരിടും. കൊൽക്കത്തയ്ക്കെതിരെ മുംബൈക്ക് 6 വിക്കറ്റ് ജയം. വാർത്തയിലേക്ക് വിശദമായി. നിയമസഭാ തെരഞ്ഞെടുപ്പിന് 10 ദിവസം ശേഷിക്കെ തെരഞ്ഞെടുപ്പ് പ്രചാരണം പാരമ്യത്തിലേക്ക്. ആരോപണ പ്രത്യാരോപണം ശക്തമാക്കി സർക്കാരും പ്രതിപക്ഷവും. വികസന സംവാദത്തിനുള്ള പ്രതിപക്ഷ നേതാവിന്റെ വെല്ലുവിളി ഏറ്റെടുക്കുന്നതായി മുഖ്യമന്ത്രി പറഞ്ഞു. സംവാദത്തിനുള്ള സതീശന്റെ വെല്ലുവിളിയിൽ വളരെ സന്തോഷമെന്നും മുഖ്യമന്ത്രി പ്രതികരിച്ചു. ഏറ്റവും വലിയ സംവാദത്തിന്റെ സ്ഥലം നിയമസഭയാണെന്നും അവിടെ പ്രതിപക്ഷ നേതാവ് ഒളിച്ചോടിയെന്നും മുഖ്യമന്ത്രി വിമർശിച്ചു. വളരെ സന്തോഷം. അത് ഇപ്പോഴെങ്കിലും അതിന് തയ്യാറാകുന്നുണ്ടെങ്കിൽ വളരെ നല്ലത്. ഒരു കാര്യം നിങ്ങൾ ആലോചിച്ചാൽ മതി കേട്ടോ. ഈ ഏറ്റവും വലിയ സംവാദത്തിന്റെ സ്ഥലം അസംബ്ലിയാണ്. അസംബ്ലി സാധാരണ തെരഞ്ഞെടുപ്പിൻ്റെ തൊട്ട് മുൻപുള്ള അസംബ്ലി എന്ന് പറഞ്ഞാൽ ഈ ഭരണപക്ഷത്തെ അങ്ങനെ എരിവരി കൊള്ളിക്കുകയില്ല പ്രതിപക്ഷം. ഏത് പ്രതിപക്ഷമായാലും. കാരണം തെരഞ്ഞെടുപ്പിലേക്ക് പോകുക. കഴിഞ്ഞ അസംബ്ലിയിൽ എന്താ ഉണ്ടായി? കഴിഞ്ഞ അസംബ്ലിയിൽ ആദ്യഘട്ടം നയപ്രഖ്യാപന പ്രസംഗത്തെക്കുറിച്ചുള്ള ചർച്ചയായിരുന്നു. 3 ദിവസം ചർച്ച ചെയ്തു. 2 ദിവസം പ്രതിപക്ഷം ബഹിഷ്കരിച്ചു. 1 ദിവസം കാട്ടിക്കൂട്ടി കണക്കൊപ്പിച്ചു എന്ന് പറയും. പിറ്റത്തെ 3 ദിവസം ബജറ്റിനെ കുറിച്ചുള്ള ചർച്ചയാണ്. ആ ചർച്ചയിലും അവരുണ്ടായി ബഹിഷ്കരിച്ചു. യഥാർത്ഥത്തിൽ ഗവൺമെന്റിനെ കുറിച്ച് വലിയ വിമർശനങ്ങൾ ഉണ്ടെങ്കിൽ അത് ഉന്നയിക്കാനുള്ള അവസരമില്ലേ? ഇനി ഇത് മാത്രമല്ല,
അത്തരമൊരു സഭാ സമ്മേളനമാകുമ്പോൾ നമ്മുടെ ഗവൺമെൻറ്റിൻ്റെ കൊള്ളരുതായ്മകളുണ്ടെങ്കിൽ അത് ഏറ്റവും കൂടുതൽ പുറത്തു കൊണ്ടുവരും. മന്ത്രിമാരുടെ അഴിമതി അതുപോലുള്ള കാര്യങ്ങളൊക്കെ ഭയങ്കരമായിട്ട് ഉന്നയിക്കണം. ഒന്നും ഉന്നയിച്ചില്ല, ഒന്നും ഉന്നയിക്കാനില്ല. പിന്നെ അടിയന്തര ഭൂമി, ഒരടിയന്തര ഭൂമി എന്തായത് പലതും ചെയ്തു. അപ്പം ഇതിൽ നിന്നെല്ലാം ഒളിച്ചോടുന്ന ചെയ്യാനുണ്ടായത് എന്തുകൊണ്ടാണ്? സഭാതലത്തിൽ പറഞ്ഞാൽ ആ പറഞ്ഞ കാര്യങ്ങൾക്ക് മറുപടി കിട്ടും. ആ മറുപടി താങ്ങാൻ അവർക്ക് കഴിയില്ല. എന്തെങ്കിലും ഇവിടെ ഇപ്പോൾ പ്രചരിപ്പിക്കുന്ന പോലുള്ള ഒരു നുണയും അവിടെ അങ്ങനെ പറയാൻ പറ്റില്ല. പറഞ്ഞാൽ നേരെ ചൊവ്വേ മറുപടി കിട്ടുകയുള്ളൂ. അപ്പം അതിൽ നിന്ന് ഒഴിച്ചുവിടുകയാണുണ്ടായത്. ഇതാണ് നമ്മുടെ കേരളത്തിലെ പ്രതിപക്ഷം സ്വീകരിച്ചതല്ല. ഇപ്പോൾ സംവാദത്തിന് തയ്യാറെന്ന് മുഖ്യമന്ത്രി പറഞ്ഞ സ്ഥിതിക്ക് സ്ഥലവും സമയവും കൂടി മുഖ്യമന്ത്രിക്ക് തീരുമാനിക്കാമെന്നാണ് പ്രതിപക്ഷ നേതാവിന്റെ മറുപടി. പറയുന്ന സ്ഥലത്ത് പറഞ്ഞ സമയത്ത് എത്തുമെന്ന് സതീശൻ വ്യക്തമാക്കി. കേരളം കടക്കെണിയിൽ എന്നത് വസ്തുതയില്ലാത്ത രാഷ്ട്രീയ പ്രചാരണമെന്ന് മുഖ്യമന്ത്രി. മികച്ച സാമ്പത്തിക അടിത്തറ കേരളത്തിലുണ്ട്. LDFന് ദിശാബോധം ഉണ്ടായിരുന്നതിനാൽ വികസനവും ക്ഷേമവും ഒരുമിച്ച് കൊണ്ടുപോകാൻ സാധിച്ചുവെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. മുണ്ടക്കൈ പുനരധിവാസത്തിൽ കോൺഗ്രസിനെ വിമർശിച്ചു മുഖ്യമന്ത്രി പിണറായി വിജയൻ. പണം വാഗ്ദാനം ചെയ്തവർ തരുമോ എന്ന സംശയം ആദ്യമേ ഉണ്ടായിരുന്നു. ചർച്ചയിൽ പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെ പങ്കെടുത്തു. വാക്ക് നൽകിയിരുന്നു. ചിലർ വാഗ്ദാനം മാത്രം നൽകുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. പ്രതിപക്ഷ നേതാവിനെയും ഉപനേതാവിനെയും വിളിച്ചു ചർച്ച ചെയ്തു. എങ്ങനെ ടൗൺഷിപ്പ് വേണമെന്ന കാര്യം തന്നെ പൊതുവായിട്ട് ചർച്ച ചെയ്തു. വാഗ്ദാനം വളരെ എളുപ്പമാണല്ലോ. ആ വാഗ്ദാനം നടപ്പാക്കലാണല്ലോ പ്രയാസമുള്ളത്. ചിലർ വാഗ്ദാനം നടത്തും, പിന്നെ അതിൽ ഒന്നും ചെയ്തില്ലാത്തത്. അങ്ങനെയുള്ള അനുഭവം ഉള്ളത് കൊണ്ട് തന്നെ ഒരു കാര്യം അവിടെ തന്നെ വ്യക്തമായി. ഈ വീട് നിർമ്മിക്കാനുള്ള ബാധ്യത സംസ്ഥാനത്തിൻ്റെതാണ്. ഈ പണം നൽകിയാലും നൽകിയില്ലെങ്കിലും സംസ്ഥാനം ആ ബാധ്യത നിറവേറ്റേണ്ടതായിട്ട് വരും. അത് നിറവേറ്റുക തന്നെ ചെയ്യും. അത് പറഞ്ഞത് ഈ പണമെല്ലാം തരുമോ എന്നുള്ള സംശയം കൊണ്ട് തന്നെയായിരുന്നു. ആ സംശയമാണ് പിന്നീട് യാഥാർത്ഥ്യം. ഇവരെല്ലാം കൂടെ നിന്നവരായിരുന്നു. ആദ്യം ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് തിരിച്ചു. അവർ സ്വന്തമായിട്ട് സ്ഥലമെടുത്ത് വീട് നിർമ്മിക്കാൻ പോവുകയാണെന്ന് പറഞ്ഞു. അപ്പോൾ പ്രതിപക്ഷ നേതാവ് സംസാരിക്കും, ഇതെന്താ ഇങ്ങനെയൊരു നില വന്നത്? നമ്മളിങ്ങനെ എല്ലാവരും കണ്ടിരുന്നു. അതിന് വലിയ മറുപടിയില്ല. അപ്പോൾ കോൺഗ്രസ് എന്നുള്ളവരൊക്കെ അവരെ ഓഫർ ചെയ്ത വീട് അതിനുള്ള പണം കിട്ടുമെന്നാണ് കണക്കാക്കുന്നത്. പക്ഷേ അവരെ പണത്തിലെ സ്ഥിതി ഇപ്പം കണ്ടല്ലോ. പണം എവിടെയാന്നൊരു പിടിയില്ലായിരുന്നു. പണം അവർക്ക് തരാൻ കഴിയും. പത്തനംതിട്ടയിൽ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ സംസ്ഥാന സർക്കാരിനെയും CPM-നെയും കടന്നാക്രമിച്ച് രാഹുൽ ഗാന്ധി. BJP CPM ഡീൽ ആരോപണം രാഹുൽ ആവർത്തിച്ചു. കോൺഗ്രസ് അധികാരത്തിൽ വരരുതെന്ന് ആഗ്രഹിക്കുന്നത് BJP ആണെന്ന് രാഹുൽ ഗാന്ധി പറഞ്ഞു. മുഖ്യമന്ത്രി പിണറായി വിജയനെ BJP ആക്രമിക്കുന്നില്ല. LDF നേതാക്കൾ അഴിമതിക്കാരെന്ന് എല്ലാവർക്കും അറിയാം, പക്ഷേ അവരെ ചോദ്യം ചെയ്യുന്നില്ല എന്നും രാഹുൽ കുറ്റപ്പെടുത്തി. Fighting here an election against the LDF, which is fully supported by the BJP. On one side is the UDF, and on the other side is a combination of LDF and BJP. And the BJP does not want the LDF, does not want the UDF here, because they know that the only force that challenges them in the country is the Congress party. BJPക്ക് കേരളത്തിൽ UDF വരണമെന്ന് ആഗ്രഹമില്ല. കാരണം അവർക്ക് കൃത്യമായിട്ട് അറിയാം, അവരെ വെല്ലുവിളിക്കുന്ന ഏറ്റവും വലിയ ശക്തി കോൺഗ്രസ് ആണ്. We have a ideological difference, fundamental ideological difference with the BJP and the RSS. I myself have been attacked. I have 36 cases on me. I've been interrogated for 55 hours non-stop. That there is no attack on the Chief Minister of Kerala by the BJP. Everybody knows that the LDF leadership is corrupt.
മുഖ്യമന്ത്രിയെ നിയന്ത്രിക്കുന്നത് നരേന്ദ്രമോദിയെന്നും രാഹുൽ ഗാന്ധി. കേരളത്തിലെ സർക്കാർ യഥാർത്ഥ ഇടതുപക്ഷ സർക്കാരെന്ന് പാർട്ടി പ്രവർത്തകർ പോലും ഇപ്പോൾ പറയുന്നില്ല. ഇടതുപക്ഷം ബിജെപിയെ പോലെയാണ് പ്രവർത്തിക്കുന്നതെന്നും രാഹുൽ ഗാന്ധി കുറ്റപ്പെടുത്തി. ശബരിമലയിലെ സ്വർണം കട്ട് ചെമ്പാക്കിയത് നരേന്ദ്രമോദി മറന്നുപോയോ എന്ന് രാഹുൽ ഗാന്ധിയുടെ ചോദ്യം. ഇന്നലത്തെ പ്രസംഗത്തിൽ അതിനെക്കുറിച്ച് പറഞ്ഞില്ല. സിപിഎമ്മിനെ രക്ഷിക്കാനാണ് ശബരിമല സ്വർണ്ണക്കൊള്ള മറച്ചുവെച്ചത്. UDF അധികാരത്തിൽ വന്നാൽ ശബരിമല സ്വർണ്ണ കവർച്ചക്കാരെ പിടികൂടുമെന്ന് രാഹുൽ ഗാന്ധി പറഞ്ഞു. ശബരിമലയുമായി ബന്ധപ്പെട്ട് MA ബേബിയുടെ നിലപാട് മാറ്റം സിപിഎമ്മിന്റെ ഇരട്ടത്താപ്പെന്ന് KPCC അധ്യക്ഷൻ. യുവതികളെ മല കയറ്റാൻ നിന്ന പാർട്ടിയാണ്. ഈ നിലപാട് മാറ്റം ജനം വിശ്വസിക്കരുതെന്നും KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ് പറഞ്ഞു. ശബരിമല യുവതീ പ്രവേശനം CPM നിലപാടല്ല, വിശ്വാസത്തിനാണ് പ്രാധാന്യമെന്നായിരുന്നു MA ബേബിയുടെ പരാമർശം. ഇരട്ടത്താപ്പെന്ന് പറയും, പച്ച മലയാളത്തിൽ പറഞ്ഞു, കാവഡ്യം എന്ന് പറയും, ജനവഞ്ചന എന്ന് പറയും. അപ്പോൾ നേരത്തെ നടത്തി എന്തായിരുന്നു നടത്തിയില്ലേ? അതൊക്കെ പിൻവലിച്ചോ? അതിനായിട്ട് സദസ്സ് നടത്തിയില്ലേ? മതില് നടത്തിയില്ലേ? വോട്ട് കിട്ടാൻ വേണ്ടി എന്ത് വോട്ട് കിട്ടാൻ വേണ്ടി എന്ത് നടത്തും? ആ പാർട്ടിയാണ് CPM പാർട്ടി. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മുതിർന്ന പൌരന്മാർക്കുള്ള വോട്ട് ഫ്രം ഹോമിന് തുടക്കമായി. 85 വയസ്സിന് മുകളിൽ പ്രായമുള്ളവർക്കും 40%-ലധികം ശാരീരിക പരിമിതിയുള്ളവർക്കുമാണ് ഹോം വോട്ടിന് അവസരം. നേരത്തെ അപേക്ഷിച്ചവരുടെ വീടുകളിൽ പ്രത്യേക മൊബൈൽ പോളിംഗ് ടീം എത്തി വോട്ട് രേഖപ്പെടുത്തും. സംസ്ഥാനത്താകെ 2,07,812 ഹോം വോട്ടുകളുണ്ട്. 2,468 പോളിംഗ് ടീമുകളെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. വോട്ട് രേഖപ്പെടുത്തിയ ബാലറ്റുകൾ സീൽ ചെയ്ത ബോക്സുകളിൽ സൂക്ഷിക്കും. ഇടതുപക്ഷത്തിന് വോട്ടിന് വേണ്ടി വ്യത്യസ്ത കാഴ്ചപ്പാടില്ലെന്ന് തോമസ് ഐസക്. ആര് വോട്ട് തന്നാലും വേണ്ടെന്ന് പറയില്ല. SDPI വോട്ട് ചെയ്യുന്നത് വികസനത്തിനായിരിക്കും. വോട്ടിന് വേണ്ടി വ്യത്യസ്ത കാഴ്ചപ്പാടില്ല. LDF വർഗീയ ശക്തികൾക്ക് എതിരാണെന്നും തോമസ് ഐസക് പറഞ്ഞു. എന്തുകൊണ്ടോ SDPക്ക് UDFുമായിട്ട് ഒരു വൈരുദ്ധ്യം ഉണ്ടായി. ഞങ്ങൾ അവരെ മുന്നണി കൊണ്ടുവരുന്നത് ചർച്ച ചെയ്യാനൊന്നും ഞങ്ങളില്ല. പക്ഷെ അവരേതെങ്കിലും മണ്ഡലത്തിൽ അവരുടെ കാരണങ്ങൾ കൊണ്ട് LDFന്റെ സ്ഥാനാർത്ഥിയെ പിന്താങ്ങുമെന്ന് പറഞ്ഞാൽ നിങ്ങളുടെ വോട്ട് വേണ്ട എന്ന് ഞങ്ങൾ പറയില്ല. അത് വളരെ വ്യക്തം. ഞങ്ങൾക്ക് ഞങ്ങളുടെ നിലപാടുണ്ട്. അത് മതനിരപേക്ഷതയുടേത്, വികസനത്തിന്റെ. അതിൽ കഴിഞ്ഞു പോലും വെള്ളം ചേർക്കാൻ ഞങ്ങൾ തയ്യാറല്ല. ആ നിലപാട് ഞങ്ങൾ ഉറച്ചു നിൽക്കുമ്പോൾ ആരെങ്കിലും ഞങ്ങൾക്ക് വോട്ട് ചെയ്താൽ ഞങ്ങൾ എന്തിനു വേണ്ടെന്ന് പറയണം? ഇതിങ്ങനെ ചോദിക്കുന്ന UDF അവിടെ കാസർഗോഡ് സ്ഥാനാർത്ഥി നിർത്തിയപ്പോ ആ സ്ഥാനാർത്ഥിയെ പിൻവലിപ്പിക്കാൻ വേണ്ടി SDPയുടെ മേൽ എന്തൊക്കെ ചർച്ചകളും സമ്മർദ്ദവും ചെലുത്തിയത്? SDPI ഡീൽ ആരോപണങ്ങളെ തള്ളിക്കളഞ്ഞ പേരാവൂരിലെ LDF സ്ഥാനാർത്ഥി KK ശൈലജ. ഡീൽ ജനങ്ങളുമായിട്ടാണെന്നും മുഖ്യമന്ത്രി എല്ലാത്തിനും മറുപടി പറഞ്ഞിട്ടുണ്ടെന്നും പ്രതികരണം. മട്ടന്നൂരിൽ നിന്ന് മാറി പേരാവൂരിലെത്തിയതിൽ സന്തോഷമേയുള്ളൂ. മണ്ഡലം തിരിച്ചുപിടിക്കാനാകുമെന്നാണ് ആത്മവിശ്വാസമെന്നും ശൈലജ പറഞ്ഞു. വലിയ രാഷ്ട്രീയ പോരാട്ടം നടക്കുന്ന പേരാവൂരിൽ നമുക്കറിയാം KK ശൈലജ ടീച്ചർ മത്സരിക്കുന്നു. മറുവശത്ത് KPCC അധ്യക്ഷനാണ്. ഇവിടെ നേരത്തെ മത്സരിച്ച് പരിചയമുള്ള സ്ഥാനാർത്ഥിയുടെ ടീച്ചർ ഇപ്പോൾ നമ്മോടൊപ്പം ചേരുന്നു. ടീച്ചറെ, പ്രചരണം ഇപ്പം രണ്ടാം ഘട്ടം കഴിയുകയാണ്. ആത്മവിശ്വാസം വലിയ മണ്ഡലമല്ല. അതെ, പേരാവൂർ എന്തായാലും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ജയിക്കും. നല്ല പ്രതികരണമാണ് ജനങ്ങളിൽ നിന്നുണ്ടാവുന്നത്. ഇത്തവണ ഈ 15 വർഷക്കാലം തുടർച്ചയായിട്ട് ഉണ്ടായിട്ടുള്ള UDFന്റെ ഇവിടുത്തെ ആധിപത്യം ഒരുപാട് വികസന മുരടിപ്പുണ്ടാക്കിയിരിക്കുന്നു. കാരണം LDFന്റെ 10 വർഷത്തെ ഭരണം കൊണ്ടുവന്നിട്ടുള്ള മിഷനുകളും പ്രവർത്തനങ്ങളും അതേ അളവിൽ ഇവിടെ എത്തിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളൊരു പരിഭവമുണ്ട്. MLAമാരാണല്ലോ നിയോജക മണ്ഡലത്തിന് പൊതുവായിട്ടുള്ള പദ്ധതികളൊക്കെ ഉണ്ടാക്കുന്നത്. അത്തരം പദ്ധതികൾ പേരാവൂരിന് വേണ്ടി ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതിൻ്റെ പ്രശ്നമുണ്ട്. ഞങ്ങളിപ്പോൾ പ്രകടന പത്രികക്കകത്ത് അതെല്ലാം ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. ഞങ്ങൾ എന്തൊക്കെയാണ് LDF ഗവൺമെൻറ്റിൻ്റെ ഭാഗമായി ഇവിടെ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എന്ന കാര്യം. അപ്പോൾ വലിയ പ്രതീക്ഷയാണ് ഈ മലയോരത്തെ ജനങ്ങൾക്ക് ഉള്ളത്. അതുകൊണ്ട് തന്നെ അവർ LDFന്റെ പ്രതിനിധിയായി എന്നെ തിരഞ്ഞെടുക്കും എന്നുള്ളതാണ്
തെരഞ്ഞെടുപ്പ് രംഗത്ത് നിന്നുള്ള സൂചനകൾ ഉണ്ടാകുന്നത്. ടീച്ചർ നേരത്തെ മത്സരിച്ച സമയത്തുള്ള പേരാവൂരിനേക്കാളും കുറെ ഘടനാപരമായ മാറ്റങ്ങളുണ്ട്. അതെങ്ങനെ ബാധിക്കുമെന്നാണ് വിചാരിക്കുന്നത് മണ്ഡലത്തിന്? അതിൽ ചെറിയ മണ്ഡലം ബൈഫർക്കേഷന്റെ ഭാഗമായിട്ട് ഒരു ചെറിയ വ്യത്യാസമാണ്. പക്ഷെ അതുണ്ടായിട്ട് ചെറിയ വോട്ടിനാണ് UDFന്റെ പ്രതിനിധി ഇവിടെ വിജയിച്ചിട്ടുള്ളത്. 3400, 3100 അങ്ങനെയൊക്കെയാണ് വിജയിച്ചിട്ടുള്ളത്. അതൊരു വിഷയമാകുമെന്ന് തോന്നുന്നില്ല. അതിന് പകരം ഞാൻ നേരത്തെ പേരാവൂർ MLA ആയപ്പോൾ ഒരുപാട് വികസന പ്രവർത്തനങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. പാറളം പാലം, ജബ്ബാർക്കടവ് പാലം, ബാരാപ്പോൾ പദ്ധതി, പഴശ്ശി അണക്കെട്ടിൻ്റെ തീരത്തുള്ള ടൂറിസം പദ്ധതിക്ക് തുടക്കം കുറിച്ചത്, IHRD കോളേജ്, ITI. ഇതല്ലാതെ ഇത്തരത്തിലുള്ള പുതിയ ഒരു സ്ഥാപനവും 15 വർഷം കൊണ്ട് വന്നിട്ടില്ല. നേരത്തെ ഉള്ളതിനെ മെച്ചപ്പെടുത്താൻ അന്ന് തുടങ്ങുമ്പോൾ എങ്ങനെയാണോ അങ്ങനെ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് പേരാവൂരിലെ ജനങ്ങൾക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും എന്ന് തന്നെയാണ് ഞങ്ങൾ കരുതുന്നത്. ഈ പൊതുവെയുള്ള രാഷ്ട്രീയ സാഹചര്യം വിലയിരുത്തിയാലേ ഇപ്പോൾ ഡീൽ ആരോപണം കഴിഞ്ഞപ്പോൾ SDPI കൂട്ടുകെട്ടുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ തർക്കങ്ങളും പ്രത്യാരോപണം നടക്കും. മുഖ്യമന്ത്രി തന്നെ കൃത്യമായ മറുപടിയും പറഞ്ഞില്ല. അത് ഏതെങ്കിലും തരത്തിൽ ബാധിക്കുമെന്ന് കരുതുന്നു? മുഖ്യമന്ത്രി കൃത്യമായിട്ടുള്ള മറുപടി പറഞ്ഞിട്ടുണ്ട്. അതായത് ഇത്തരം ഡീൽ വന്നിട്ടുണ്ട്. സന്തോഷം. ഇത്തരം ഒരു ആയിക്കോട്ടെ, നമുക്ക് കാണാം. പറഞ്ഞിനെ കേട്ടാ, സന്തോഷം. പിന്നെ ഇത്തരം ആരോപണങ്ങൾ തിരഞ്ഞെടുപ്പ് വരുമ്പോൾ എപ്പോഴും പറയുന്നതാണ്. നിരവധി തവണ മുഖ്യമന്ത്രി അതിന് മറുപടി പറഞ്ഞതാണ്. പിന്നെ ഓരോ തവണയും ഇങ്ങനെ പറയുന്നതിനനുസരിച്ച് പറഞ്ഞത് തന്നെ പറയുന്ന ഒരു സ്വഭാവം മുഖ്യമന്ത്രിക്കില്ല. ഞങ്ങൾ വളരെ വ്യക്തമായിട്ട് എന്താണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി, ആരാണ് അതുമായിട്ട് സഹകരിക്കുന്നത് എന്നുള്ളത്. ഇവരീ പറഞ്ഞ അത്തരത്തിലുള്ള ഡീലുകളൊക്കെ പലപ്പോഴായിട്ട് ഉണ്ടാക്കിയത് കൊണ്ടാവാം UDF അതെല്ലാവരുടെയും സ്വഭാവമാണെന്ന് പറയുന്നത്. അതുകൊണ്ട് മുഖ്യമന്ത്രിയുടെ മറുപടിക്ക് യാതൊരു വ്യക്തത കുറവുമില്ല. മുഖ്യമന്ത്രിയും പാർട്ടി നേതാക്കളും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി നേതാക്കളുമെല്ലാം അതിന് കൃത്യമായി മറുപടി പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയുള്ള യാതൊരു ഡീലും ഞങ്ങളുടെ ഭാഗത്തില്ല. ആരുടെ വോട്ടും നൽകാൻ തീരുമാനിച്ചാൽ സ്വീകരിക്കാമെന്നാണോ? അതാണോ പറഞ്ഞതിൻ്റെ അർത്ഥം? വോട്ട് എല്ലാ ജനങ്ങളോടും ചോദിക്കും, ജനങ്ങൾ വോട്ട് ചെയ്യുന്നുണ്ട്. പക്ഷേ ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്, ജനാധിപത്യം മതേതര ശക്തികളാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഭാഗമായിട്ട് നിൽക്കുന്നത്. അപ്പോൾ തെരഞ്ഞെടുപ്പ് വരുമ്പം വോട്ട് ചോദിക്കുന്നു, വോട്ട് ചെയ്യുന്നു ആളുകൾ. അതിന് ഏതെങ്കിലും ഒരു പാർട്ടിയായിട്ടോ ഒരു സംഘടനയായിട്ടോ പ്രത്യേക ഡീലെന്നല്ലല്ലോ. അങ്ങനെ പറഞ്ഞിട്ടില്ല, ഞങ്ങൾ പറഞ്ഞിട്ടില്ലല്ലോ. എല്ലാ വീട്ടിലും കയറും, എല്ലാവരുടെ വോട്ടും ചോദിക്കും. വികസനത്തിന് വേണ്ടി സഹകരിക്കാൻ തയ്യാറാവുന്ന എല്ലാവരും വോട്ട് ചെയ്യും. അതിൻ്റെ അർത്ഥം ആരെങ്കിലുമായിട്ടൊരു പ്രത്യേക ഡീലുണ്ടാക്കി എന്നല്ല. ഈ അസാധാരണമായ ചില 2 മണ്ഡലങ്ങളിലെങ്കിലും സാഹചര്യം ഇടതുമുന്നണിക്കുണ്ട് ഇത്തവണ. CPM പ്രത്യേകിച്ച് 2 പ്രമുഖ CPM നേതാക്കളാണ് മത്സരിക്കുന്നത്, തൊട്ടപ്പുറത്ത് തളിപ്പറമ്പിലും പയ്യന്നൂരിലും മറ്റും. അതിനെ എങ്ങനെയാണ് ടീച്ചർ കാണുന്നത്? ഞങ്ങളുടെ പാർട്ടിക്കകത്തു നിന്ന് വിമർശനങ്ങൾ ഉന്നയിക്കാനുള്ള സാഹചര്യമുള്ള ഒരു പാർട്ടിയാണ്. എന്നാൽ പാർട്ടി വിട്ടുപോയി എതിരാളികളുടെ സങ്കേതത്തിൽ ചേർന്നാൽ ഒരു പാർട്ടി അനുഭാവി പോലും അതിന് കൂടെ നിൽക്കില്ല. അത് എത്രയോ വർഷമായിട്ട് പാർട്ടിയുടെ ചരിത്രമാണ്. അതുകൊണ്ട് ഈ കാര്യത്തിലും പാർട്ടി അനുഭാവികളോ പാർട്ടി മെമ്പർമാരോ ആരെങ്കിലും അതിന്റെ കൂടെ ഇല്ല. ഈ പട്ടന്നൂരിൽ നിന്ന് ഇങ്ങോട്ട് മാറുമ്പോൾ കുറച്ചുകൂടെ കംഫർട്ടബിൾ അവിടെ ആയിരുന്നു എന്ന് തോന്നലുണ്ടോ? പട്ടന്നൂരിൽ നിന്ന് ഇങ്ങോട്ട് മാറുമ്പോൾ കുറച്ചുകൂടെ കംഫർട്ടബിൾ ആയിട്ട് ഈ പറഞ്ഞ അവിടെ ആയിരുന്നൊരു തോന്നലുണ്ടോ എന്നുള്ളതാണ്. ഞങ്ങൾക്ക് എല്ലാവിടെയും ഒരുപോലെയാണ്. ഞാൻ പാർട്ടിയുടെ ശക്തി കേന്ദ്രത്തിൽ മത്സരിച്ച് MLA ആയിട്ടുണ്ട്. പാർട്ടി ആവശ്യപ്പെട്ടതനുസരിച്ച് മണ്ഡലം പിടിച്ചെടുക്കുന്നതിന് വേണ്ടി മത്സരിച്ചിട്ട് MLA ആയിട്ടുണ്ട്. രണ്ടും എൻ്റെ പാർട്ടിയാണ് നിശ്ചയിച്ചത്. ഞങ്ങൾക്ക് ഒരിടത്ത് കൂടുതൽ കംഫർട്ടബിൾ ആണ്, മറ്റിടത്ത് കൂടുതൽ ഡിഫിക്കൽട്ടാണ്. അതൊന്നും തെരഞ്ഞെടുപ്പ് പോരാട്ടത്തിൽ ഞങ്ങൾ ചിന്തിക്കാറില്ല. തെരഞ്ഞെടുപ്പിൽ നിൽക്കും, ഞങ്ങളുടെ രാഷ്ട്രീയവും ഞങ്ങളുടെ വികസന അജണ്ടയും പറയും. അത് ജനങ്ങൾ അംഗീകരിച്ചാൽ ഞങ്ങൾ ജയിച്ചു വരും. അത് എവിടെയായാലും ഞങ്ങൾക്ക് ഒരുപോലെയാണ്. പിടിച്ചെടുക്കാൻ പാർട്ടി ഏൽപ്പിച്ച ഉത്തരവാദിത്വം ഭംഗിയായി നിറവേറ്റും എന്നുള്ളതാണ് ആത്മവിശ്വാസം. ഞങ്ങളുടെ പാർട്ടി ജില്ലാ സെക്രട്ടറി ഒക്കെ കൂടെ നിൽക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ ഭാഗമായിട്ട് ഒരുപാട് പദ്ധതികൾ പേരാവൂർ മണ്ഡലത്തിന് വേണ്ടി പാർട്ടി എന്നുള്ള നിലയിലും ഉണ്ടാക്കിയിട്ടുണ്ട്, LDF എന്നുള്ള നിലയിലും ഉണ്ട്. അതെല്ലാമാണ് ഞങ്ങൾ അവതരിപ്പിക്കുന്നത്. ഞങ്ങൾ ജയിക്കും, അത് തന്നെയാണ്. ശരി. അപ്പോൾ അങ്ങനെ തെരഞ്ഞെടുപ്പ് പോരാട്ടത്തിലേക്ക് വലിയൊരു പോരാട്ടം. നമുക്ക് ഈ കാണുന്ന കാഴ്ചകളൊക്കെ നമുക്ക് ദൃശ്യങ്ങൾ കാണാം. എന്താ വനിതകൾ ടീച്ചറിന് വേണ്ടി ബൈക്ക് ഷോയുമായി ഇറങ്ങുകയാണ്. അത്തരത്തിൽ വലിയ സജീവമായി തന്നെ ടീച്ചർ ഇവിടെ പ്രവർത്തനം നടത്തുന്നു. മറുവശത്ത് എതിരാളി KPCC അധ്യക്ഷനാണ്, നമുക്കറിയാം. പക്ഷെ അതൊന്നും പ്രശ്നമല്ല. പാർട്ടി നൽകിയ ഉത്തരവാദിത്തം പരമാവധി നിറവേറ്റുമെന്നാണ് ഇപ്പോൾ ടീച്ചർ വ്യക്തമാക്കിയിരിക്കുന്നത്. UDF അധികാരത്തിൽ വന്നാൽ ഇന്ദിരാ ഗ്യാരണ്ടിയിലെ എല്ലാ പദ്ധതികളും നടപ്പാക്കുമെന്ന് കോൺഗ്രസ് ദേശീയ ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ. പദ്ധതികളോട് നല്ല പ്രതികരണമാണ് ജനങ്ങളിൽ നിന്ന് ലഭിക്കുന്നതെന്നും മികച്ച ഭൂരിപക്ഷത്തിൽ UDF അധികാരത്തിൽ വരുമെന്നും അദ്ദേഹം ന്യൂസ് 18നോട് പറഞ്ഞു. വീടുകൾ കയറിയുള്ള പ്രചാരണത്തിൽ ഇന്ദിരാ ഗ്യാരണ്ടി എന്ന 5 പ്രധാനപ്പെട്ട വാഗ്ദാനങ്ങളാണ് UDF മുന്നോട്ട് വയ്ക്കുന്നത്. വളരെ ആത്മവിശ്വാസത്തോടെ മുന്നോട്ട് പോകുന്നു. അതെ,
അല്ല, ജനങ്ങളുടെ ഭാഗത്ത് നിന്ന് നമ്മൾ കണ്ടില്ലേ, നമ്മൾ വളരെ ജനങ്ങളുടെ അടുത്ത് നമ്മൾ എങ്ങനെ സമീപിക്കുന്നുള്ള ആശ്രയിച്ചിട്ടാണല്ലോ ഗവൺമെന്റ് ജനങ്ങളുടെ പ്രതികരണം. അപ്പൊ UDF ഇപ്രാവശ്യം വളരെ വളരെ പുതുമയോട് കൂടിയിട്ടുള്ള തെരഞ്ഞെടുപ്പ് പ്രചരണ ക്യാമ്പയിനുകളാണ് നടപ്പിലാക്കുന്നത്. അത് കൃത്യമായിട്ടും ലക്ഷ്യബോധത്തോടുള്ള പ്രചരണം നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ വ്യക്തമായ മാർജിനിൽ തന്നെ അധികാരത്തിൽ വരുമെന്ന് ഉറപ്പാണ്. കൃത്യമായ പ്ലാനിങ്ങോടുകൂടി വ്യക്തമായ ഒരു മാർജിനിൽ തന്നെ അധികാരത്തിലേക്ക് വരുമെന്ന രീതിയിൽ തന്നെയുള്ള ഒരു പ്രചാരണ പരിപാടികൾ തന്നെയാണ് കോൺഗ്രസ് ആവിഷ്കരിച്ച് നടപ്പാക്കുന്നത്. ഓരോ വീടുകളിലും കയറി ചെന്നുകൊണ്ട് അവരോട് ഇന്ദിരാ ഗ്യാരണ്ടി എന്ന് പറയുന്ന പദ്ധതി വിശദീകരിക്കുകയും ഒപ്പം തന്നെയും ഇതിന്റെ ഒരു മേന്മ അത് എങ്ങനെയാണ് അത് മറ്റു സംസ്ഥാനങ്ങളിൽ കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ നടപ്പാക്കിയിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം തന്നെ ഏതെല്ലാം രീതിയിൽ പ്രതികരിക്കുന്നു, എങ്ങനെയാണ് അതിന്റെ ഒരു പ്രതികരണങ്ങളെല്ലാം തന്നെ എങ്ങനെയാണ് എന്നതെല്ലാം തന്നെ വിശദീകരിച്ചുകൊണ്ട് പുതിയൊരു രീതിയിൽ തന്നെയാണ് ദേശീയ നേതാക്കൾ നേരിട്ടിറങ്ങി ക്യാമ്പയിൻ ചെയ്യുന്ന രീതിയിലേക്കാണ് ആലുവയും അങ്കമാലിയിലുമെല്ലാം ഇപ്പോൾ നമ്മൾ കാണാനായിട്ട് സാധിക്കുന്നത്. ഇതിന്റെ ഭാഗമായിട്ടാണ് KC വേണുഗോപാൽ ഇവിടെ ആലുവയിൽ അൻവർ സാദത്തിനൊപ്പം സ്ഥാനാർത്ഥി അൻവർ സാദത്തിനൊപ്പം തന്നെ അദ്ദേഹം സഞ്ചരിക്കുകയും ചെയ്യുന്നത്. അങ്കമാലിയിലെ ചില വീടുകളിലും അദ്ദേഹം കയറുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ ദേശീയ നേതാക്കളെ തന്നെ ഇവിടേക്ക് എത്തിച്ചുകൊണ്ടുള്ള ഒരു പ്രചാരണ പരിപാടികളിലേക്ക് അടക്കം കടക്കുന്നു. മധ്യ കേരളത്തിൽ കൃത്യമായ രീതിയിൽ തന്നെ ഒരു മേധാവിത്വം നേടാനായിട്ട് സാധിക്കണമെന്ന് തന്നെയാണ് കോൺഗ്രസ് UDF കണക്ക് കൂട്ടുന്നത്. പ്രത്യേകിച്ച് എറണാകുളം ജില്ലയിൽ കൂടുതൽ ഒരു അപ്രമാദിത്വത്തോടെ മുന്നോട്ട് പോകാൻ കഴിയുന്ന രീതിയിലേക്ക് പ്രചാരണ പരിപാടികൾ കൊണ്ടുപോകണം എന്ന രീതിയിൽ തന്നെയാണ് കോൺഗ്രസ് നേതൃത്വം മുന്നോട്ട് പോകുന്നത്. ഇതിന്റെ ഭാഗമായിട്ട് തന്നെയാണ് ഇപ്പോൾ KC വേണുഗോപാൽ ഇവിടെ വീടുകൾ സന്ദർശിച്ചുകൊണ്ട് ഓരോ വീടുകളിലും കയറിക്കൊണ്ട് ഇപ്പോൾ കഞ്ഞൂർ മേഖലയിലാണ്. കഞ്ഞൂർ മേഖലയിൽ അങ്കമാലിയിലെയും അതോടൊപ്പം തന്നെ ആലുവയിലും എല്ലാം തന്നെ നിയോജക മണ്ഡലങ്ങൾ സമ്മേളിക്കുന്ന ഒരിടമാണ്. ഇവിടെയെല്ലാം തന്നെ കൂടുതൽ വീടുകൾ കയറുക എന്ന രീതിയിലേക്ക് തന്നെയാണ് പോകുന്നത്. അങ്ങനെ ദേശീയ നേതൃത്വം കൃത്യമായ രീതിയിൽ തന്നെ നേതാക്കൾ ഇടപെട്ടുകൊണ്ട് മുന്നോട്ട് പോകുന്നു എന്നത് തന്നെയാണ്. രാഹുൽ ഗാന്ധി അടക്കമുള്ള നേതാക്കൾ വരും ദിവസങ്ങളിലും പ്രചാരണത്തിനു വേണ്ടി കേരളത്തിലേക്ക് എത്തുന്നുണ്ട്. ആലുവയിൽ നിന്ന് ക്യാമറമാൻ മനോജിനൊപ്പം ജാനി പോൾ, ന്യൂസ് 18. തമിഴ്നാട്ടിലേക്ക് പോയാൽ തമിഴ്നാട്ടിൽ പത്രികാ സമർപ്പണം ശക്തി പ്രകടനമാക്കി മുഖ്യമന്ത്രി MK സ്റ്റാലിൻ. കൊളത്തൂർ മണ്ഡലത്തിലാണ് സ്റ്റാലിൻ പത്രിക നൽകിയത്. ആവേശകരമായ പ്രകടനത്തോടെയാണ് പത്രിക നൽകാനായി സ്റ്റാലിൻ എത്തിയത്. അതേസമയം കന്നി അംഗത്തിന്റെ ഇറങ്ങുന്ന വിജയ് പെരമ്പൂർ മണ്ഡലത്തിൽ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു. തുടർന്ന് നടന്ന റാലിയിൽ അദ്ദേഹം പ്രവർത്തകരെ അഭിസംബോധന ചെയ്തു. ഏപ്രിൽ 6 വരെയാണ് തമിഴ്നാട്ടിൽ പത്രിക സമർപ്പിക്കാനുള്ള സമയം. അജയ് സുധാ ബിജു ഉണ്ട് വാർത്തയുടെ വിശദാംശങ്ങളുമായി. അജയ്, ആദ്യ പോരാട്ടത്തിൽ തന്നെ മുഖ്യമന്ത്രി സ്ഥാനം ലക്ഷ്യമിട്ടുകൊണ്ടാണ് വിജയ് ഇറങ്ങുന്നത്. 243 മണ്ഡലങ്ങളിലേക്കുള്ള സ്ഥാനാർത്ഥികളെ ഇന്നലെ പ്രഖ്യാപിച്ചിരുന്നതാണ്. ഇപ്പോൾ രണ്ടുപേരും പത്രിക നൽകിയിരിക്കുന്നു. എത്രത്തോളം ആവേശകരമാണ് തമിഴ്നാട് തെരഞ്ഞെടുപ്പിൽ കാണാൻ കഴിയുന്നത്? രേണുക, ഒരു ശക്തി പ്രകടനമായിട്ട് തന്നെയാണ് പത്രിക സമർപ്പിക്കാൻ വേണ്ടി നിലവിലെ മുഖ്യമന്ത്രിയായിട്ടുള്ള MK സ്റ്റാലിൻ എത്തിയത്. അദ്ദേഹം ഇതിനു മുൻപേ 2011-ലും 2016-ലും പിന്നെ 2021-ലുമെല്ലാം തുടർച്ചയായി വിജയിച്ചുകൊണ്ടിരിക്കുന്ന കൊളത്തൂർ മണ്ഡലത്തിൽ തന്നെയാണ് അദ്ദേഹം ഇപ്പോഴും പത്രിക സമർപ്പിച്ചത്. വിജയ് മത്സരിക്കുന്ന പെരമ്പൂർ മണ്ഡലത്തിന്റെ തൊട്ടടുത്ത് കിടക്കുന്ന ചെന്നൈ പരിധിയിൽ തന്നെയുള്ള ഒരു മണ്ഡലം തന്നെയാണ് കൊളത്തൂർ എന്ന് പറയുന്നത്. അവിടെ വലിയ തന്റെ വിജയ് എങ്ങനെയാണോ തന്റെ തെരഞ്ഞെടുപ്പ് റാലികളിൽ ശക്തി പ്രകടനം നടത്താറുള്ളത്, അതുപോലെ തന്നെ വലിയ രീതിയിൽ ജനങ്ങളുടെ ഒരു പങ്കാളിത്തത്തോടെയാണ് സ്റ്റാലിനും റാലിയായി എത്തി പത്രിക സമർപ്പിച്ചത്. അതിനുശേഷം അദ്ദേഹം ജനങ്ങളെ അഭിസംബോധന ചെയ്ത് പൊതുസമ്മേളനത്തിൽ ഉൾപ്പെടെ സംസാരിക്കുകയുണ്ടായിരുന്നു. DMKയുടെ തെരഞ്ഞെടുപ്പ് പ്രകടന പത്രിക കഴിഞ്ഞ ദിവസമാണ് പുറത്തിറക്കിയത്. അപ്പോൾ അതിൽ തന്നെ ഊന്നിയായിരുന്നു സ്റ്റാലിൻ സംസാരിച്ചത്. സ്റ്റാലിൻ പറഞ്ഞത് ഇത് തമിഴ്നാടിന്റെ ഗെയിം ചേഞ്ചിങ് ആയിട്ടുള്ള ഒരു പത്രികയാണ് DMKയുടെ. തമിഴ്നാടിനെ സംബന്ധിച്ച് ഒരു ഗെയിം ചേഞ്ചിങ് ഇലക്ഷനാണ് ഈ വരാനിരിക്കുന്നതെന്നാണ്
സ്റ്റാലിൻ പറഞ്ഞത്. ഇതിന് സംബന്ധിച്ച് അദ്ദേഹം നിരവധി ഇപ്പോൾ ക്ഷേമ പദ്ധതികൾക്കൊപ്പം യുവാക്കളെയും സ്ത്രീകളെയും വിദ്യാർത്ഥികളെയും ലക്ഷ്യമിടുന്ന പദ്ധതികൾക്കുൾപ്പെടെ സ്റ്റാലിൻ തുടക്കമിട്ടിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം TVKയുടെ പ്രകടന പത്രിക പുറത്തു വന്നിരുന്നു. ഏതാണ്ട് അതിന് സമാനമായി തന്നെ പ്രധാനമായിട്ടും DMKയുടെ പ്രകടന പത്രികയിലും ലക്ഷ്യമിടുന്നത് സ്ത്രീകളെയും യുവാക്കളെയും തന്നെയാണ്. സ്ത്രീകൾക്ക് നിലവിൽ നൽകിക്കൊണ്ടിരിക്കുന്ന ധനസഹായം, അത് 1000 പ്രതിമാസ ധനസഹായം, അത് 1000 രൂപയിൽ നിന്ന് 2000 രൂപയാക്കി ഉയർത്തും എന്നത് അവരുടെ പ്രധാനപ്പെട്ട വാഗ്ദാനമാണ്. കഴിഞ്ഞ 5 വർഷത്തിനുള്ളിൽ 10 ലക്ഷം വീടുകൾ നിർമ്മിച്ചു. അതുപോലെ കുട്ടികളുടെ പ്രഭാത ഭക്ഷണം ഇനി ഉടൻ തന്നെ 8ാം ക്ലാസ് വരെ ഉയർത്തും എന്നുള്ള പ്രഖ്യാപനമുണ്ട്. അതുമാത്രമല്ല കോളേജ് വിദ്യാർത്ഥിനികൾക്ക് നൽകുന്ന പുതുമൈ പെൺമൈ എന്ന് പറയുന്ന പദ്ധതി അനുസരിച്ചുള്ള തുക അത് 1500 രൂപയായി വർദ്ധിപ്പിക്കും. പ്രധാനമന്ത്രിയുടെ ഹെൽത്ത് ഇൻഷുറൻസ് പദ്ധതി അത് അതിന്റെ പരിധി 5 ലക്ഷം രൂപയാക്കി വർദ്ധിപ്പിക്കും. തുടങ്ങി നിരവധി പ്രഖ്യാപനങ്ങൾ, നിരവധി ക്ഷേമ പ്രഖ്യാപനങ്ങളും യുവാക്കളെയും വിദ്യാർത്ഥികളെ ലക്ഷ്യമിട്ടുകൊണ്ടുള്ള പ്രഖ്യാപനങ്ങളെല്ലാം ഉണ്ട്. 35 ലക്ഷം വിദ്യാർത്ഥികൾക്കുള്ള ലാപ്ടോപ്പുകൾ ഉടൻ തന്നെ അടുത്ത തവണ അധികാരത്തിൽ കയറിയാൽ വിതരണം ചെയ്യും. അതുപോലെ 18 ലക്ഷം കോടിയുടെ വിദേശ സഹായം അത് തമിഴ്നാട്ടിലേക്ക് എത്തിക്കും. തുടങ്ങിയിട്ടുള്ള വൻ പ്രഖ്യാപനങ്ങളാണ്. അതുമാത്രമല്ല സ്റ്റാലിൻ 2.0 അത് ഉറപ്പിക്കുന്ന രീതിയിൽ തന്നെയായിരുന്നു അദ്ദേഹത്തിൻ്റെ ഓരോ പ്രഖ്യാപനങ്ങളും. അതിന് പിന്നാലെ വിജയുടെ പ്രകടന പത്രിക ഈ ഒരു അദ്ദേഹത്തിൻ്റെ നാമനിർദ്ദേശ പത്രിക സമർപ്പണവും ഏതാണ്ട് അതേ സമയത്ത് തന്നെ നടന്നിരുന്നു. 12 മണിയോടെയാണ് വിജയും ഈ ഒരു തെരഞ്ഞെടുപ്പ് പത്രിക സമർപ്പിക്കാൻ വേണ്ടി എത്തിയത്. പെരമ്പൂർ മണ്ഡലത്തിലാണ് വിജയ് ഇത്തവണ മത്സരിക്കുന്നത്. കഴിഞ്ഞ തവണ DMK വിജയിച്ച ഏതാണ്ട് 54,000 വോട്ടുകൾക്ക് മുകളിൽ ഭൂരിപക്ഷത്തോടെ വിജയിച്ച മണ്ഡലമാണ്. DMKയുടെ വലിയ ഒരു ഉറച്ച കോട്ടയാണ്. കഴിഞ്ഞ ഏതാണ്ട് 40 വർഷത്തിനുള്ളിൽ 2 തവണ മാത്രമാണ് അവിടെ മറ്റൊരു പാർട്ടി AIADMK അധികാരത്തിൽ കയറിയിട്ടുള്ളത്. അപ്പോൾ ഇത്ര വലിയൊരു കോട്ടയിൽ തന്നെയാണ് വിജയ് മത്സരിക്കുന്നത്. അതിനുശേഷം അദ്ദേഹം പത്രിക സമർപ്പിച്ചതിന് ശേഷം വലിയൊരു റാലി ഉൾപ്പെടെ വിജയ് നടത്തിയിരുന്നു. അപ്പോൾ ഈ റാലിയിലും വലിയൊരു പൊതുജന പങ്കാളിത്തമാണ് ഉണ്ടായിരുന്നത്. നിരവധി പ്രവർത്തകർ ഈ റാലിയിലേക്ക് ഒഴുകിയെത്തി. അതിനുശേഷം റാലിക്ക് ശേഷം വിജയ് പ്രവർത്തകരെ അഭിസംബോധന ചെയ്ത് സംസാരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് താൻ തൻ്റെ ജന്മനാട്ടിൽ നിന്ന് തന്നെ തമിഴ്നാട്ടിലെ പ്രചരണം തുടങ്ങുന്നു. തമിഴ്നാട്ടിലെ എല്ലാ സ്ഥലങ്ങളും തനിക്ക് ഒരുപോലെയാണ്. എന്നാലും നമ്മുടെ ജന്മനാട്ടിൽ നിന്ന് പ്രചരണം തുടങ്ങുക എന്നത് അതൊരു പ്രത്യേകതരം തീർച്ചയായും അങ്ങനെ ജനങ്ങളെ വളരെ കയ്യിലെടുക്കുന്നതിനുള്ള തരത്തിലുള്ള പല ഡയലോഗുകളും വിജയുടെ ഭാഗത്തു നിന്ന് വരുന്നുണ്ട് എന്ന് തന്നെ പറയാം. എന്തായാലും ആ വാക്കുകൾ ഒന്നുകൂടി കേട്ടതിന് ശേഷം തിരിച്ചെത്താം. അജയ്, மக்களுக்கான அடிப்படை வசதிகள், பாதுகாப்பு, இதெல்லாம் எதை பத்தி முக்கியமே கிடையாது. அவருக்கும் இந்த திமுக அரசுக்கும் இந்த 5 வருஷத்துல என்ன முக்கியம் தெரியுமா? குடும்பத்தோடு சேர்ந்து கொள்ளையடிச்சதான் முக்கியம். உங்களுக்கான வேலை வாய்ப்பு இல்லாத இந்த ஸ்டாலின் சார் சர்க்காரை என்ன பண்ணலாம்? தூக்கி வீசி எறிவோமா? உங்களுக்கு பாதுகாப்பு இல்லாத, உங்களுக்கு வேலை வாய்ப்பு இல்லாத இந்த தீய சக்தி திமுக அரசு என்ன பண்ணலாம்? தூக்கி வீசி எறிவோமா? அடுத்து வண்டியா வச்சிருக்கிற பணத்தை என்ன பண்றதுன்னு தெரியாம இப்ப உங்க எல்லார்கிட்டயும் கொடுத்து எப்படியாவது ஜெயிச்சிடலாம்னு கனவு காணிட்டு இருப்பாங்க. நான் முன்னாடியே சொன்ன மாதிரி எல்லாத்தையும் வாங்கிக்கங்க. வாங்கிக்கிட்டு அவங்க காதுலயே விசில ஊதி அனுப்புங்க. எப்படி? அவங்க செவிலே விசில ஊதி அனுப்புங்க. காலங்காத்தால பக்காவா ரெடி ஆயிட்டு உங்க ஓட்டர் ஐடி கார்டை கையில எடுத்துக்கிட்டு முதல்ல பூத்துல போய் நின்னு அந்த விசிலுக்கு நேரா இருக்கிற அந்த பட்டனை ஒரு அழுத்துங்க. அதனால உங்க விஜய்க்கு, உங்க அண்ணனுக்கு, உங்க தம்பிக்கு, உங்க பிள்ளைக்கு ഒരേ ഒരു വായ്പ കൊടുങ്ങ. 5 ഡയലോഗുകളോടെ കളം നിറയുന്ന വിജയാണ് തമിഴ്നാട്ടിൽ കാണുന്നത്. എന്തായാലും ആവേശകരമാണ് ഇത്തവണത്തെ തമിഴ്നാട്ടിലെ പോരാട്ടം. MGRന് പിന്തുടർച്ചക്കാരനായി സിനിമയിൽ നിന്ന് ആദ്യ മത്സരത്തിൽ തന്നെ മുഖ്യമന്ത്രി സ്ഥാനം ലക്ഷ്യമിട്ടുകൊണ്ടാണ് വിജയ് ഇറങ്ങിയിരിക്കുന്നത്. എന്തായാലും നമുക്കിനി പശ്ചിമേഷ്യയിലെ സാഹചര്യങ്ങൾ എന്താണ് എന്നതുകൂടി നോക്കണം. ഇറാനിലെ ക്രൂഡ് ഓയിൽ US നിയന്ത്രണത്തിൽ കൊണ്ടുവരികയാണ് തന്റെ പ്രധാന ലക്ഷ്യമെന്ന് വെളിപ്പെടുത്തിയിരിക്കുകയാണ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഇതിനായി ഇറാനിലെ ഖാർഗ് ദ്വീപ് പിടിച്ചടക്കുന്നതുൾപ്പെടെ പരിഗണിക്കുന്നുണ്ട് എന്നും ട്രംപ് പറയുന്നു. ഫിനാൻഷ്യൽ ടൈംസ് പത്രത്തിന് നൽകിയ അഭിമുഖത്തിലായിരുന്നു ട്രംപിന്റെ പ്രതികരണം. എന്നാൽ US കരയുദ്ധത്തിന് മുതിർന്നാൽ പേർഷ്യൻ ഉൾക്കടലിലെ സ്രാവുകൾക്ക് US നാവികർ ഭക്ഷണമാകുമെന്ന് ഇറാൻ സൈനിക വക്താവ് ഇബ്രാഹിം സോൾഫഖാരി മുന്നറിയിപ്പ് നൽകി. ഇതിനിടെ ഏഷ്യൻ വിപണിയിൽ ഇന്ന് വലിയ ഇടിവാണ് രേഖപ്പെടുത്തിയത്. ക്രൂഡ് ഓയിൽ വിലയും വർദ്ധിച്ചു. അജയ് സുധ ബിജു വിവരങ്ങളുമായി ഉണ്ട്. അജയ്,
എന്താണ് ഈ യുദ്ധത്തിലേക്ക് നയിച്ച സാഹചര്യമെന്ന് ട്രംപ് തുറന്നു പറഞ്ഞ ദിവസം കൂടിയാണ്. വെനസ്വേലയിലേതുപോലെ തന്നെ അവിടുത്തെ എണ്ണ നിക്ഷേപം, എണ്ണയാണ് തന്നെ ഇതിന് പ്രേരിപ്പിച്ചിരിക്കുന്നത് എന്ന തുറന്ന പറച്ചിലാണ് ട്രംപിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത്. ഇതിനോടുള്ള പ്രതികരണങ്ങൾ എങ്ങനെയാണ്? ഒപ്പം തന്നെ കരയുദ്ധം അത് വലിയ അബദ്ധമായിരിക്കുമെന്ന മുന്നറിയിപ്പ് ഇറാൻ ആവർത്തിക്കുന്നുമുണ്ട്. ഈ കരയുദ്ധം അത് തീർച്ചയായിട്ടും അതിന് US എന്തിനാണ് മുതിരുന്നത് എന്നുള്ള അതിൻ്റെ ഒരു ലക്ഷ്യം കൂടി നിലവിൽ പുറത്തു വരുന്നു എന്നതാണ് നമുക്ക് കാണാനാകുന്നത്. അതായത് ഈ ഖാർ ദ്വീപിലുള്ള ഈ ക്രൂഡ് ഓയിൽ അത് നിയന്ത്രണത്തിൽ കൊണ്ടുവരിക മാത്രമല്ല US-ന്റെ ലക്ഷ്യമെന്ന് പറയുന്നത്. ഇറാനുള്ളിൽ ഏതാണ്ട് 1000 പൗണ്ട് സമ്പുഷ്ടീകരിച്ച യുറേനിയം ഉണ്ടെന്നാണ് പല വിദഗ്ധരും വിലയിരുത്തുന്നത്. അപ്പോൾ ഈ ഒരു യുറേനിയം അത് US-ന്റെ നിയന്ത്രണത്തിൽ കൊണ്ടുവന്നുകൊണ്ട് ഇറാന്റെ ആണവ സംവിധാനത്തെ പൂർണ്ണമായിട്ടും ഇല്ലാതാക്കുക, അവരുടെ ആണവ പദ്ധതികൾ തകിടം മറിക്കുക, ഇതുകൂടി US-ന്റെ ഒരു പ്രധാന ലക്ഷ്യമായിട്ട് ഇപ്പോൾ ഈ വാൾ സ്ട്രീറ്റ് ജേർണൽ ഉൾപ്പെടെ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിനു വേണ്ടിയിട്ടാണ് US കൂടുതൽ സൈനികരെ എത്തിച്ചുകൊണ്ട് ഈ കരയുദ്ധത്തിലേക്ക് കടക്കുന്നത് എന്നതാണ് പ്രധാനപ്പെട്ട ഒരു വിലയിരുത്തൽ. അതുമാത്രമല്ല, ഖാർ ദ്വീപ് പിടിച്ചടക്കുന്നതിന് ഈ ക്രൂഡ് ഓയിൽ നിയന്ത്രണത്തിൽ കൊണ്ടുവരിക എന്നതിനപ്പുറം ഇറാനിൽ ഒരു കരയുദ്ധം ആരംഭിക്കുകയാണെങ്കിൽ അതിന് സഹായകരമാകുന്ന രീതിയിലുള്ള സൈനിക നീക്കം ഖാർ ദ്വീപ് വഴി നടത്തുക എന്നതും US-ന്റെ ഒരു പ്രധാനപ്പെട്ട ലക്ഷ്യമായി വിലയിരുത്തുന്നു. മാത്രമല്ല, ട്രംപ് ഇപ്പോൾ ഫിനാൻഷ്യൽ ടൈംസിന് നൽകിയ അഭിമുഖത്തിൽ വ്യക്തമാക്കി തന്നെ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്, ഈ ഇറാനിലുള്ള ഈ ക്രൂഡ് ഓയിൽ അത് US-ന്റെ നിയന്ത്രണത്തിൽ കൊണ്ടുവരിക അത് തൻ്റെ പ്രധാനപ്പെട്ട ഒരു ലക്ഷ്യമാണ്. തൻ്റെ ഈ പദ്ധതി US-ലെ പലരോടും അവതരിപ്പിച്ചിരുന്നു. എന്നാൽ പലരും ഇതിന് വിരുദ്ധമായിട്ടുള്ള മറുപടികളാണ് തനിക്ക് നൽകിയത്. എന്നാൽ അവരെല്ലാവരും മഠയന്മാരാണ് എന്നാണ് ട്രംപിൻ്റെ ഒരു അവകാശവാദം. എന്നാൽ US ഏതെങ്കിലും തരത്തിലുള്ള കരയുദ്ധത്തിന് നീക്കം നടത്തുകയാണെങ്കിൽ ശക്തമായിട്ടുള്ള തിരിച്ചടി തന്നെ നൽകും എന്നതാണ് ഇറാന്റെ ഒരു മുന്നറിയിപ്പ് എന്ന് പറയുന്നത്. അവരുടെ സൈനിക വക്താവായിട്ടുള്ള ഇബ്രാഹിം സോൾഫഗാരി അദ്ദേഹം പറയുന്നത് US സൈനികർ പേർഷ്യൻ കടലിലുള്ള സ്രാവുകൾക്ക് ഭക്ഷണമായി തീരും ഇത്തരത്തിൽ കരയുദ്ധം ആരംഭിക്കുകയാണെങ്കിൽ എന്നാണ് അദ്ദേഹം വ്യക്തമാക്കിയിട്ടുള്ളത്. അതുപോലെ തന്നെ ഈ യുദ്ധത്തെ നിലവിൽ അനുശോചിച്ചുകൊണ്ട് പോപ്പ് 14 കൂടി രംഗത്തെത്തുന്ന സാഹചര്യമുണ്ട്. ഈ യുദ്ധം തുടങ്ങിയ നേതാക്കളുടെ പ്രാർത്ഥന ഒരിക്കലും ദൈവം കേൾക്കില്ല, അവരുടെ കൈകൾ രക്തക്കറകളാൽ നിലവിൽ നിറഞ്ഞിരിക്കുകയാണ് എന്നും അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അതുപോലെ കുവൈറ്റിൽ നടന്നിട്ടുള്ള ആക്രമണത്തിൽ ഒരു ഇന്ത്യക്കാരൻ കൊല്ലപ്പെട്ടതായിട്ട് വിവരമുണ്ടായിരുന്നു. അത് ഒരു തമിഴ്നാട് സ്വദേശിയാണ് എന്നുള്ള വിവരങ്ങളും നിലവിൽ പുറത്തു വരുന്നുണ്ട്. ശക്തമായിട്ടുള്ള ആക്രമണം തന്നെയാണ് നിലവിൽ ഇറാനിലും ഇസ്രായേലിലും നടക്കുന്നത്. ഇസ്രായേലിന്റെ തെക്കൻ പ്രദേശങ്ങൾ കേന്ദ്രീകരിച്ച് ഇറാൻ നിലവിൽ ആക്രമണം കടുപ്പിക്കുകയാണെങ്കിൽ വടക്കൻ മേഖലകളിലേക്ക് ഹിസ്ബുള്ള ഗ്രൂപ്പും ആക്രമണം നടത്തുകയാണ്. ഈ ഡ്രോൺ ആക്രമണവുമായി സജീവമായി തന്നെ ഹൂതി വിമതരും രംഗത്തുണ്ട്. അതേസമയം തന്നെ ഇറാനിലേക്കുള്ള തിരിച്ചടികളും കടുപ്പിച്ചിരിക്കുകയാണ് നിലവിൽ ഇസ്രായേൽ. ടെഹ്റാനിൽ നിരന്തരം സ്ഫോടന ശബ്ദങ്ങൾ ഉൾപ്പെടെ റിപ്പോർട്ട് ചെയ്തതായിട്ടാണ് പല വാർത്താ മാധ്യമങ്ങളും സൂചിപ്പിക്കുന്നത്. അതുപോലെ തന്നെ അവരുടെ പല കെമിക്കൽ പ്ലാന്റുകൾക്ക് ഉൾപ്പെടെ നാശനഷ്ടം സംഭവിച്ചതായിട്ടും വിവരങ്ങളുണ്ട്. ശരി, അജയ് സുധ ബിജുവാണ് വിവരങ്ങൾ. FCRA ഭേദഗതിക്കെതിരെ ഓർത്തഡോക്സ് സഭ രംഗത്ത്. തീരുമാനം പുനഃപരിശോധിക്കണമെന്നും സഭയുടെ സാമൂഹിക പ്രവർത്തനങ്ങളെ ബാധിക്കുമെന്നും ബെസേലിയോസ് മാത്യൂസ് തൃതീയൻ കാതോലിക്ക ബാവ പറഞ്ഞു. BJPക്ക് ഇരട്ടത്താപ്പുണ്ടോ എന്ന് സംശയിക്കുന്നു. ന്യൂനപക്ഷങ്ങളോടുള്ള സമീപനത്തിൽ മാറ്റമുണ്ടാകുന്നുണ്ടോ എന്ന ആശങ്കയുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. കേന്ദ്ര തലത്തിലാണ് ഇത് ചെയ്യേണ്ടിയിരിക്കുന്നത്. അതവർ ചെയ്യാതെ ഇത്രമാത്രം കർശനമായിട്ട് നിൽക്കുന്നത് സഭയെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ ശുശ്രൂഷകൾക്ക് എല്ലാ സഭകളെയും ബാധിക്കുന്ന ഒരു പ്രയാസമാണ്. അതുകൊണ്ട് ഈ പുതുതായി ഉണ്ടാക്കിയിരുന്ന ഭേദഗതി ബിൽ, FCRAയുടെ ഭേദഗതിയിൽ പുനഃപരിശോധിക്കണമെന്നുള്ളതും സഭകൾക്ക് പ്രയാസമുണ്ടാക്കാത്ത രീതിയിൽ അതിനെ പുനഃപരിശോധിച്ച് വേണ്ട മാറ്റങ്ങൾ വരുത്തണമെന്നുള്ളതാണ് സഭയ്ക്ക് പ്രത്യേകമായി ആവശ്യപ്പെടാനുള്ളത്. ന്യൂനപക്ഷങ്ങൾക്കും ഭൂരിപക്ഷങ്ങൾക്കും എല്ലാം ഉണ്ട്, അവരെ എല്ലാം ബാധിക്കുന്നതാണ്. കാരണം ഹൈന്ദവ സംഘടനകളും മുസ്ലിം സംഘടനകളും ഒക്കെ ക്രിസ്ത്യൻ സംഘടനകളും എല്ലാം മതങ്ങളും എല്ലാം ഈ FCRAയുടെ വകുപ്പിൽ വരുന്നതാണ്. FCRA ഭേദഗതിക്കെതിരെ KC വേണുഗോപാലും രംഗത്ത്. ബിൽ അടിയന്തരമായി പിൻവലിക്കണം. വ്യക്തമായ ഗൂഢലക്ഷ്യങ്ങളോടെയാണ് ബില്ല് പാസാക്കിയത്. ഇതിന് പ്രധാനമന്ത്രി മറുപടി പറയണം. എന്തിനു വേണ്ടിയാണ് ഇപ്പോൾ FCRA ഭേദഗതി പാസാക്കിയിരിക്കുന്നതെന്നും KC വേണുഗോപാൽ ചോദിച്ചു. ഈ ബില്ല് അടിയന്തരമായി പിൻവലിക്കാൻ തയ്യാറാകണം. സന്നദ്ധ സേവനം നടത്തുന്ന ഒരുപാട് സംഘടനകളെ, നിഷ്പക്ഷമായും നീതിപൂർവമായും ആത്മാർത്ഥമായി പ്രവർത്തനം നടത്തുന്ന സംഘടനകളെ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള ടാർഗറ്റ് ചെയ്തുള്ള ബില്ലാണ്.
ഫോറിൻ കോൺട്രിബ്യൂഷൻ സ്വീകരിക്കുന്ന ചെറിയ തോതിലെങ്കിലും സ്വീകരിച്ചാൽ അത് ഏറ്റെടുക്കാനും ഒക്കെ അധികാരം നൽകുന്ന കേന്ദ്ര സർക്കാരിന് പൂർണ്ണ അധികാരം നൽകുന്ന ഒരു ബില്ലാണിത്. FCRA നിയമ ഭേദഗതി ഗുണകരമായ തീരുമാനമെന്ന് ജോർജ് കുര്യൻ. കേന്ദ്ര ഭേദഗതി ന്യൂനപക്ഷ വേട്ടയ്ക്ക് വേണ്ടിയാണ് എന്ന ആരോപണം തെറ്റാണ്. ബില്ലിന്മേൽ നടക്കുന്ന ചർച്ചയെ സ്വാഗതം ചെയ്യുന്നു. എല്ലാവരുടെയും ആശങ്കകൾ പരിശോധിച്ച ശേഷമായിരിക്കും അന്തിമ നടപടി ഉണ്ടാകുകയെന്നും ജോർജ് കുര്യൻ പറഞ്ഞു. ഞാൻ പറഞ്ഞല്ലോ, ഇത് ഈ FCRA എന്ന് പറയുന്നത് എല്ലാവരും കരുതിയിരിക്കുന്നത് ന്യൂനപക്ഷങ്ങൾക്ക് വേണ്ടി മാത്രമുള്ളതാണെന്ന്. അങ്ങനെയല്ല. ഭൂരിപക്ഷവും ഈ മറ്റ് സമുദായങ്ങൾ, അതായത് ഈ ന്യൂനപക്ഷം അല്ലാത്തവരാണ് അപേക്ഷിക്കുന്നത്, ഈ സൊസൈറ്റികൾ. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ഒരു തെറ്റിദ്ധാരണയുണ്ട്. ചർച്ച വരുന്നത് നല്ലതാണ്. ഈ ജനങ്ങളുടെ ഒരു ധാരണ FCRA എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ന്യൂനപക്ഷത്തിന് മാത്രമാണ് എന്നുള്ളൊരു ധാരണയുണ്ട്. ഈ വർഷത്തെ SSLC പരീക്ഷ അവസാനിച്ചു. 1 മാസത്തോളം നീണ്ടുനിന്ന പരീക്ഷയ്ക്ക് വിദ്യാർത്ഥികളിൽ നിന്ന് സമ്മിശ്ര പ്രതികരണമാണ് ഉണ്ടായത്. തിരുവനന്തപുരം കോട്ടൺ ഹിൽ ഗേൾസ് സ്കൂളിൽ നിന്നും സാരംഗ് തയ്യാറാക്കിയ റിപ്പോർട്ട്. ഈ വർഷത്തെ 10ാം ക്ലാസ് പരീക്ഷ ഇന്നത്തോടുകൂടി അവസാനിച്ചിരിക്കുകയാണ്. ഇന്ന് ബയോളജി സയൻസ് ആയിരുന്നു. പൊതുവെ പരീക്ഷയോട് സമ്മിശ്ര പ്രതികരണമാണ് കുട്ടികളുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരിക്കുന്നത്. ടീച്ചേഴ്സിന്റെ ഭാഗത്ത് നിന്ന്, കോട്ടൺ ഹിൽ സ്കൂളിലാണ് നമ്മളുള്ളത്, അവിടെ നിന്നുള്ള ടീച്ചർമാരുടെ ഭാഗത്തുനിന്നുള്ള നല്ലൊരു സപ്പോർട്ടും ഒപ്പം അത് പരീക്ഷയെ നല്ല രീതിയിൽ ഉപയോഗപ്പെടുത്താൻ കഴിഞ്ഞു എന്നായിരുന്നു കുട്ടികളുടെ പ്രതികരണം. ഒപ്പം തന്നെ ചില വിഷയങ്ങൾ, സോഷ്യൽ സയൻസ് പോലെയുള്ള ചില വിഷയങ്ങൾ പാടായിരുന്നു, അതായത് ടഫ് ആയിരുന്നു എന്നായിരുന്നു കുട്ടികളുടെ കൂടുതലുള്ള പ്രതികരണം. ബയോളജി A+ ആണ്, ഫുൾ A+ സംശയമാണെങ്കിലും ബയോളജി A+ ആണ്. അടിപൊളി അടിപൊളി. എന്താ പ്ലാൻ? വെക്കേഷൻ എന്താ പ്ലാൻ? വെക്കേഷൻ നാട്ടിൽ പോകണം. എല്ലാം എന്ന് പറയാൻ പറ്റില്ല. ബയോളജി കൊള്ളായിരുന്നു. കുറച്ച് ടഫായിട്ടുള്ളത് ഫിസിക്സ് കുറച്ച് ടഫായിരുന്നു. കുഴപ്പമില്ലായിരുന്നു. കെമിസ്ട്രി മാത്രം ഇത്തിരി പാടുണ്ടായിരുന്നു. ബാക്കി സോഷ്യൽ സയൻസോ? കുഴപ്പമില്ലായിരുന്നു. ഇനിയിപ്പോ എന്താ പ്ലാൻ? എന്താ ഇനി ഓരോ വല്ല കോഴ്സ് എടുത്ത് പഠിക്കണം. റിസൾട്ട് വന്നിട്ട് ബാക്കി. ഇതില് കെമിസ്ട്രി SSM പാടുണ്ടായിരുന്നു. ബാക്കിയെല്ലാം എളുപ്പമുണ്ടായി. പിന്നെ ടീച്ചർമാര് സപ്പോർട്ട് ഉണ്ടായിരുന്നല്ലോ. അപ്പൊ കൊള്ളൂലായിരുന്നു. കെമിസ്ട്രി ഒക്കെ എന്തിനെന്ന് ആർക്കും അറിഞ്ഞൂടാ. അതൊക്കെ ഞാൻ കത്തൊക്കെ കൊടുത്ത് ശിവൻകുട്ടി ജെൻസി കുട്ടികളുടെ 2026 10ാം ക്ലാസ് പരീക്ഷ ഇന്നത്തോടുകൂടി അവസാനിക്കുകയാണ്. ഈ സെൽഫിയോടുകൂടി അവസാനിക്കാൻ പോവുകയാണ്. ക്യാമറമാൻ അരുണിനോടൊപ്പം സാരംഗ് സുധാകരൻ, ന്യൂസ് 18 തിരുവനന്തപുരം. ഇനി കൂടുതൽ തെരഞ്ഞെടുപ്പ് വാർത്തകളിലേക്കാണ് നമ്മൾ പോകുന്നത്. പ്രചാരണത്തിന് ആളെ കൂട്ടാൻ പരസ്യം നൽകേണ്ട ഗതികേട് കോൺഗ്രസിനില്ല എന്ന് വട്ടിയൂർക്കാവിലെ UDF സ്ഥാനാർത്ഥി K മുരളീധരൻ. വട്ടിയൂർക്കാവിൽ 2016 അവസ്ഥയിലേക്ക് മാറുമെന്ന് കണ്ടതോടെയാണ് LDF തറ രാഷ്ട്രീയം കളിക്കുന്നത്. UDF പ്രചാരണത്തിന് കൂലിക്ക് ആളെ ആവശ്യപ്പെട്ട് ആപ്പിൽ പരസ്യം കൊടുത്തെന്ന ആരോപണത്തിൽ മറുപടി പറയുകയായിരുന്നു അദ്ദേഹം. തെരഞ്ഞെടുപ്പ് കമ്മീഷനും സംസ്ഥാന പോലീസ് മേധാവിക്കും നൽകിയിരിക്കുന്ന പരാതികളിൽ തുടർ നടപടി ഉടൻ ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷയെന്നും മുരളീധരൻ ന്യൂസ് 18നോട് പ്രതികരിച്ചു. പ്രചാരണം അവസാന ലാപ്പിലേക്ക് കടക്കുമ്പോൾ വട്ടിയൂർക്കാവിൽ വലിയ ആത്മവിശ്വാസത്തിലാണ് UDF ക്യാമ്പ്. K മുരളീധരൻ എന്നോടൊപ്പം ചേരുന്നു. എങ്ങനെയുണ്ട് അവസാന? നല്ല റെസ്പോൺസാണ്. ഉറപ്പായിട്ട് ഇവിടെ വിജയിക്കും. കഴിഞ്ഞ ദിവസം താങ്കൾ ഒരു പരാതി തെരഞ്ഞെടുപ്പ് കമ്മീഷനും പോലീസ് മേധാവിക്കും ഒക്കെ കൊടുത്തിട്ടുണ്ട്. അതിലൊരു രാഷ്ട്രീയ പ്രേരിതമായ ഇടപെടൽ ഉണ്ടായിരുന്നു. സംശയം എന്താ? ഞാൻ ചോദിക്കട്ടെ, ഞാൻ ഇവിടെ 2 തവണ ഇവിടെ വിജയിച്ച ആളാണ്. ഇവിടെ ഈ തിരുവനന്തപുരം നഗരത്തിൽ ഈ വട്ടിയൂർക്കാവ് നിയോജകമണ്ഡലത്തിൽ 9 കൌൺസിലർമാർ UDFനുണ്ട്. ഈ നിയോജകമണ്ഡലത്തിൽ ഞങ്ങളൊക്കെ കൂലിക്ക് ആൾ കൊണ്ടുവന്നിട്ടാണോ ജാഥ നടത്തിയത്? ഒരു തെരഞ്ഞെടുപ്പ് പരാജയം മുന്നിൽ കാണുമ്പോൾ ഇത്രയും രാഷ്ട്രീയ സംസ്കാരം ഇല്ലാത്തൊരവസ്ഥ ആരും ചെയ്യരുത്. ഈ തുടർ നീക്കങ്ങൾ എന്തായിരിക്കും? അതിൽ എന്തെങ്കിലും പോലീസ് അതായത് നോക്കട്ടെ, DGPക്കും പരാതി കൊടുത്തിട്ടുണ്ട്, ഇലക്ഷൻ കമ്മീഷനും പരാതി കൊടുത്തിട്ടുണ്ട്. അത് ഒരു വിഭ്രാന്തി കൊണ്ട് അങ്ങനെ ചെയ്യുന്നു എന്നാണോ? വിഭ്രാന്തി കൊണ്ട് തന്നെയാണ് ചെയ്യുന്നത്. കാരണം 2016 LDF സ്ഥാനാർത്ഥിയുടെ അവസ്ഥയിലേക്ക് ഇപ്പോഴത്തെ LDF സ്ഥാനാർത്ഥി പോകും. അത് മാത്രമേ പറയുന്നു. വളരെയധികം നന്ദി. അദ്ദേഹത്തിന്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണം വട്ടിയൂർക്കാവിലെ വിവിധ മണ്ഡലങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ട് പുരോഗമിക്കുകയാണ്. ഗ്രഹ സന്ദർശനമാണ് ഈ ഘട്ടത്തിൽ K മുരളീധരന്റെ നേതൃത്വത്തിൽ UDF പ്രവർത്തകർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. K മുരളീധരന്റെ മറുപടിയുമായി LDF സ്ഥാനാർത്ഥി VK പ്രശാന്ത് രംഗത്തെത്തി. മുരളീധരന്റേത് തരംതാണ വിമർശനങ്ങളെന്ന് അദ്ദേഹം ന്യൂസ് 18നോട് പറഞ്ഞു. വട്ടിയൂർക്കാവിൽ UDF നിർജ്ജീവമെന്നുമാണ് മറുപടി. മത്സരം LDFും BJPയും തമ്മിലാണ്. UDF പ്രചാരണത്തിൽ പിന്നോട്ട് പോകുന്നുവെന്നും പ്രശാന്ത് കുറ്റപ്പെടുത്തി. വട്ടിയൂർക്കാവിൽ ഓരോ ദിവസവും തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് ആവേശം കൂടുകയാണ്, വീറും വാശിയും കൂടുകയാണ്. ഡീൽ ആരോപണം തുടങ്ങിയപ്പോൾ ഓരോ പുതിയ ആരോപണങ്ങളിലേക്ക് പോകുന്നു. ഏറ്റവും ഒടുവിൽ കഴിഞ്ഞ ദിവസം ഒരു വെബ്സൈറ്റിൽ ഒരു ജോലി 511 പേർക്ക് ജോലി എന്നൊക്കെ പറഞ്ഞൊരു വിവാദം ഉണ്ടായിട്ടുണ്ട്. കോൺഗ്രസ് റാലിയിലേക്കാണ് ക്ഷണിക്കുന്നതെന്ന് പറഞ്ഞത്. അത് CPMന്റെ തരംതാണ രാഷ്ട്രീയമെന്നാണ് UDF സ്ഥാനാർത്ഥി K മുരളീധരൻ പറയുന്നത്. അല്ല, അത് അദ്ദേഹം അത് പരിശോധിക്കട്ടെ. അപ്പൊ ഞങ്ങളല്ല ആരോപണം പറഞ്ഞത്, ഒരു മാധ്യമങ്ങളാണ് ആ സൈറ്റിൽ നിന്നുള്ള വാർത്ത റിപ്പോർട്ട് ചെയ്തത്. അപ്പൊ അദ്ദേഹം അതിന്റെ വസ്തുത പറയട്ടെ. അപ്പൊ അത് പറയാതെ എതിർ സ്ഥാനാർത്ഥിയുടെ നേർക്ക് ആരോപണം ഉന്നയിക്കുകയാണ്.
അപ്പൊ ഞങ്ങൾ മണ്ഡലത്തിൽ പരിശോധിക്കുമ്പോഴും UDF വളരെ നിർജീവമാണ്. പല സ്ഥലങ്ങളിലും പുറത്തു നിന്നുള്ള ആളുകളാണ് സ്ക്വാഡ് വർക്കിനും മറ്റു പല കാര്യങ്ങൾക്കും വരുന്നത്. അദ്ദേഹത്തിന്റെ കൂടെ സഞ്ചരിക്കുന്നതും ഒക്കെ അങ്ങനെയാണ്. കുറച്ച് കോൺഗ്രസിന്റെ ആളുകളും ബാക്കി പുറത്തുനിന്നുള്ള ആളുകളും ഒക്കെയാണ്. അപ്പൊ അത്തരമൊരു സാഹചര്യത്തിൽ ഈ വാർത്തയെ സംബന്ധിച്ച് അദ്ദേഹമാണ് പരിശോധിക്കേണ്ടത്. അദ്ദേഹം അത് അന്വേഷണം നടത്തട്ടെ, എന്നിട്ട് വസ്തുതാപരമായി പറയട്ടെ. പക്ഷേ അദ്ദേഹത്തിന്റെ തരംതാണ രാഷ്ട്രീയം അദ്ദേഹത്തിന്റേതാണ്. കാരണം എതിർ സ്ഥാനാർത്ഥിയുടെ പേർക്ക് ഇത്തരം ആരോപണങ്ങൾ അങ്ങ് വെക്കുകയാണ്. ഡീലിന്റെ കാര്യം പറയുന്നു, ഇപ്പൊ വാർത്ത കൊടുത്തത് ഞങ്ങളാണെന്ന് പറയുന്നു. ഞങ്ങൾക്ക് അതിന്റെ ഒന്നും ഒരു കാര്യമില്ല. ഇപ്പോൾ 2019-ലും 2021-ലും ഞങ്ങൾ ഇവിടെ മത്സരിച്ച് ജയിച്ചതാണ്. അന്ന് ആരും ഡീൽ ആരോപണം ഉന്നയിച്ചിട്ടില്ല. അപ്പൊ ഞങ്ങൾക്ക് ജനങ്ങളുമായിട്ടാണ് ഡീല്. ഏതെങ്കിലും രാഷ്ട്രീയ കക്ഷികളുമായിട്ട് ഡീൽ ഉണ്ടാക്കേണ്ട കാര്യം ഞങ്ങൾക്കില്ല. 2 തവണ ഞങ്ങൾ ജയിച്ചു, 3ാമത് ഞങ്ങൾ ജയിക്കും. അപ്പോൾ പരാജയ ഭീതി ഇപ്പോൾ മുരളീധരൻ അദ്ദേഹത്തിനെ പിടികൂടിയിരിക്കുന്നു എന്നുള്ളതാണ് ഇതിൽ നിന്നും മനസ്സിലാക്കേണ്ട ഒരു കാര്യം. UDF നിർജീവമെങ്കിൽ ആരാണ്? BJP ആണോ തൊട്ടു പിന്നിലുള്ളത് എന്ന് കരുതുന്നു? നിലവിലെ പ്രചരണ രംഗത്ത് സജീവമായവർ വരികയാണ്, BJP വരികയാണ്, അദ്ദേഹം പിന്നോട്ട് പോവുകയും ചെയ്യുകയാണ്. അതുകൊണ്ടാണ് 2ാം സ്ഥാനത്തേക്ക് ഇപ്പോൾ BJP വരുന്നൊരു ചിത്രം വട്ടിയൂർക്കാവിൽ വന്നത്. ഇപ്പൊ മത്സരം LDF-ഉം BJP-യും തമ്മിലുള്ള ഒരു ചിത്രമാണ് പൊതുവിൽ വന്നിരിക്കുന്നത്. ഞങ്ങൾ അതാണ് പറഞ്ഞത്. അപ്പോൾ ഇത്തരം അദ്ദേഹത്തെ പോലുള്ളൊരു മുതിർന്ന നേതാവ് ഇത്തരം ആരോപണങ്ങൾ ഉന്നയിക്കുന്നത് ശരിയല്ല. അദ്ദേഹം വസ്തുത പരിശോധിക്കട്ടെ, പരാതികളുണ്ടെങ്കിൽ അത് കൊടുക്കട്ടെ. ഇതെല്ലാം എതിർ സ്ഥാനാർത്ഥിയുടെ തലയിലേക്ക് കെട്ടിവയ്ക്കുന്ന രീതി ശരിയല്ല എന്ന് ആണ് എന്റെ നിലപാട്. ഈ അദ്ദേഹം ഇടയ്ക്ക് പറഞ്ഞത് BJP-യുടെ കൌൺസിലർമാർ പോലും VK പ്രശാന്തിന് LDF-ന് വോട്ട് കൊടുക്കുമെന്നാണ്. ആ രീതിയിലൊരു ഡീലുണ്ടെന്നാണ് അദ്ദേഹം ആരോപിച്ചത്. അതാണ് ഞാൻ പറഞ്ഞത്. 2019-ലും 2021-ലും ഇല്ലാത്തൊരു ആരോപണമാണ് ഇപ്പോൾ അദ്ദേഹം ഉന്നയിക്കുന്നത്. യഥാർത്ഥത്തിൽ ഡീല് നടത്തുന്നത് സാധാരണ കോൺഗ്രസിന്റെ ഒരു ഏർപ്പാടാണ്. കോൺഗ്രസ് ഇപ്പോഴും അത് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവിടുത്തെ BJP-യുടെ വോട്ട് വാങ്ങാൻ ശ്രീ K മുരളീധരൻ പല നിലയിലുള്ള ഇടപെടലുകൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. നിയമവും വട്ടിയൂർക്കാവും തമ്മിലൊരു അഡ്ജസ്റ്റ്മെന്റ് നടത്താൻ വേണ്ടി ശ്രമിക്കുകയാണ്. അപ്പൊ ഇത് എല്ലാവർക്കും പരസ്യമായിട്ട് രഹസ്യമാണ്. ഇപ്പൊ നമ്മുടെ യൂത്ത് കോൺഗ്രസിന്റെ ഒരു നേതാവ് തന്നെ പത്രസമ്മേളനം നടത്തി പറയുകയാണ്. ഇതൊന്നും ഞങ്ങളല്ലല്ലോ പറയുന്നത്. യൂത്ത് കോൺഗ്രസിന്റെ നേതാവ് പത്രസമ്മേളനം നടത്തി പറയുന്നു, മാധ്യമങ്ങൾ വാർത്ത പുറത്തു കൊണ്ടുവരുന്നു. അപ്പൊ അദ്ദേഹം ഇതെല്ലാം നേരെ എടുത്ത് എതിർ സ്ഥാനാർത്ഥിയുടെ തലയിലേക്ക് വെച്ച് തരികയാണ്. അപ്പൊ അതൊരു ശരിയായ രാഷ്ട്രീയ പ്രവർത്തനം അല്ല എന്നുള്ളതാണ് സൂചിപ്പിക്കുക. ഏതായാലും ഇനി ദിവസങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ. എത്രത്തോളം ആത്മവിശ്വാസം കൂടുകയാണോ, ഭൂരിപക്ഷം കൂടും, എന്താണ് അതിന്റെ ഒരു കണക്കൊക്കെ, ഏകദേശ കണക്കൊക്കെ? കാരണം ഈ ഉപതെരഞ്ഞെടുപ്പിൽ CPM തയ്യാറാക്കിയ കണക്കല്ല VK പ്രശാന്ത് മുന്നോട്ട് വെച്ചത് ഭൂരിപക്ഷത്തിന്റെ കാര്യത്തിൽ. ആ കൌണ്ടിംഗ് ഡോസ് എനിക്ക് ഓർമ്മയുണ്ട് ഇപ്പോഴും. അങ്ങനെ ഒരു ആത്മവിശ്വാസം ഉണ്ടോ ഇപ്പോഴൊരു? അല്ല, എനിക്ക് കഴിഞ്ഞ വർഷത്തേക്കാൾ ഭൂരിപക്ഷം കൂടും എന്നാണ് എന്റെ വിലയിരുത്തൽ. കാരണം കഴിഞ്ഞ 5 വർഷവും ജനങ്ങൾക്കിടയിൽ നിന്നുകൊണ്ട് പരമാവധി കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ട്, പരാതികൾ പരിഹരിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. അവരുടെ എല്ലാ സുഖദുഃഖങ്ങളിലും MLA എന്ന നിലയിൽ എപ്പോഴും നിത്യസാന്നിധ്യമായി ഉണ്ടായിരുന്നു. അതുകൊണ്ട് എന്റെ ആത്മവിശ്വാസം കഴിഞ്ഞ തവണത്തേക്കാൾ 21,000-ന് അപ്പുറത്തേക്ക് ഭൂരിപക്ഷം വരുമെന്നുള്ളതാണ്. ആ സ്റ്റാൻഡിലാണ് ഞാൻ നിൽക്കുന്നത്. കുറച്ചു ദിവസം കഴിയുമ്പോൾ കൃത്യമായിട്ടുള്ള ഒരു ചിത്രം വ്യക്തമാവും. അതാണ് VK പ്രശാന്തിന്റെ നിലപാടും ആത്മവിശ്വാസവും ഒക്കെ. ശക്തമായ പോരാട്ടമാണ്. ഓരോ ദിവസവും വട്ടിയൂർക്കാവ് അക്ഷരാർത്ഥത്തിൽ തെരഞ്ഞെടുപ്പ് പ്രചരണം ചൂടുപിടിക്കുകയാണ്. ഇപ്പോൾ BJP തൊട്ടുപിന്നിൽ, അല്ലെങ്കിൽ കോൺഗ്രസ് നിർജ്ജീവമാകുന്നു എന്നൊരു ആരോപണം കൂടിയാണ് VK പ്രശാന്ത് മുന്നോട്ട് വയ്ക്കുന്നത്. അരുണിനൊപ്പം VV അരുൺ, ന്യൂസ് 18 തിരുവനന്തപുരം. LDF സർക്കാർ നടപ്പാക്കിയ വികസനത്തിനാണ് വോട്ടെന്ന് ഒരു വിഭാഗം പറയുമ്പോൾ തളിപ്പറമ്പിലെ സ്ഥാനാർത്ഥിയായി PK ശ്യാമള വന്നതും തുടർന്നുണ്ടായ വിവാദങ്ങളും LDF-നെ ബാധിക്കുമെന്ന് പറയുന്നവരുമുണ്ട്. വോട്ടർമാർക്ക് പറയാനുള്ളത് കേൾക്കാം. രാഷ്ട്രീയ പോരാട്ടം നടക്കുന്ന തളിപ്പറമ്പിലെ മഴൂർ എന്ന സ്ഥലത്താണ് ഞാനുള്ളത്. ഇവിടെ ഒരുപാട് ആളുകൾ, ശ്യാമൽ ടീച്ചറിന്റെ സ്വീകരണമുണ്ട്, TK ഗോവിന്ദന്റെ സ്വീകരണം, അതുമായി ബന്ധപ്പെട്ട് പങ്കെടുക്കുന്നവരുണ്ട്. അവരോട് നമുക്ക് ഈ മണ്ഡലത്തിന്റെ സ്പന്ദനം ഒന്ന് ചോദിക്കാം. എങ്ങനെയുണ്ട് ഇവിടുത്തെ സാഹചര്യം, രാഷ്ട്രീയ കാലാവസ്ഥ എങ്ങനെയുണ്ട്? രാഷ്ട്രീയം നല്ല ചൂടാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ച് ഇപ്പൊ അടുത്ത സ്ഥാനാർത്ഥിയെ സംബന്ധിച്ചോളം തന്നെ CPM ഇന്ന് കടന്ന് നമ്മളെ UDF വന്ന സാധനം ഈ രാഷ്ട്രീയം കൂടുതലായി ചർച്ച ചെയ്യും. ഈ മണ്ഡലത്തിൽ ഇന്നലെ വിജയസാധ്യത തീർച്ചയായും TK ഗോവിന്ദ മാഷ് ഇവിടുത്തെ UDF-ന്റെ പിന്തുണയോടെ TK ഗോവിന്ദൻ ജയിക്കുമെന്നാണ് ഞങ്ങളെല്ലാവരും. പക്ഷേ CPM-ന്റെ ഒരു വലിയ വോട്ടുള്ള മണ്ഡലമാണ്. എന്നാലും ഒരുപാട് ആളുകൾ ഇദ്ദേഹത്തിന് എതിരായിട്ട് പ്രവർത്തിക്കുന്നുണ്ട്. അപ്പൊ എന്നാലും TK ഗോവിന്ദൻ ജയിക്കും എന്നുള്ള 100% വിശ്വസിക്കുന്നു. വോട്ട് അടിയൊഴുക്ക് എന്തായാലും ഉണ്ടാവും. എന്താ ഒരു രാഷ്ട്രീയ സാഹചര്യം എന്താ? UDF-ന് തന്നെ അക്കാര്യത്തിൽ എന്താ സംശയം? CPM-ൽ നിന്ന് വന്ന ആളാണ് അതിന്റെ ഒരു എന്താ പറയാ? തീർച്ചയായും ജയിക്കും. നമ്മളെ മാഷന്നെ ജയിക്കും. വലിയ ഭൂരിപക്ഷം ജയിക്കും. വലിയ ഭൂരിപക്ഷത്തോടെ ഉറപ്പായിട്ടും. അപ്പൊ അങ്ങനെ ആളുകൾ പലരും എന്താ ഒരു അവസ്ഥ, എന്താ ഈ മാറുന്ന കാലാവസ്ഥയാണ്. ഒരുപക്ഷെ തളിപ്പറമ്പ് കണ്ടു കാണില്ലല്ലേ ഇങ്ങനെ ഒരു മത്സരം? UDF LDF നേർക്കുന്നവരായിരുന്നു. ഇവിടെ തന്നെ കാണുന്നില്ല. ഇപ്പോൾ രണ്ടുപേരും ഒരുമിച്ചല്ലേ വന്നത്. ഇപ്പോൾ സ്ഥാനാർത്ഥി രണ്ടുപേരും. അതെ. ഇപ്പൊ എങ്ങനെയുണ്ട് കാര്യങ്ങളൊക്കെ? UDF-ന് അനുകൂലമായിരിക്കും. നമുക്ക് ഇവിടെ 1-2 ആളുകളെ കൂടി ഒന്ന് കാണാം. ഇവിടെ എപ്പോഴും ഇവിടെയുള്ള ആളാണല്ലോ അല്ലെ? എന്താ ഒരു അവസ്ഥ? തളിപ്പറമ്പിലെ ഒത്തിരി വർഷമായിട്ട് തെരഞ്ഞെടുപ്പ് കാണുന്ന ആളാണല്ലോ. ഇപ്പൊ ഇങ്ങനെ ഒരു മത്സരം ആദ്യമായിട്ടായിരിക്കും അല്ലേ? എന്താ പറയാനുള്ളത്? എല്ലാവർക്കും അറിയുന്നത് പോലെ എന്താണ്? കൂടുതലൊന്നും പറയാനില്ല. CPM തന്നെ ജയിക്കും. ജയിക്കും. മറ്റു രാഷ്ട്രീയ പോരാട്ടങ്ങൾക്കൊന്നും ഒരു സാധ്യതയില്ല. ഇല്ല അല്ലേ? എന്താ ഒരു അവസ്ഥ, എന്താ മണ്ഡലത്തിലെ?
അവസ്ഥ UDF അനുകൂലമായ ഒരു അവസ്ഥയാണ്. എന്താ കാര്യം എന്താ? ഈ ഇടതുപക്ഷത്തിന്റെ സ്ഥാനാർത്ഥിയെ പറ്റിയിട്ടുള്ള വളരെ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്. പാർട്ടിക്കകത്ത് തന്നെ ഉണ്ടെന്നാണ് നമുക്ക് കിട്ടുന്ന വിവരം. അത് ഗോവിന്ദ മാസ്റ്റർക്ക് സഹായമാവും. അത് TK ഗോവിന്ദ മാസ്റ്റർക്ക് സഹായമാവും. ഒരു മാറ്റം ആഗ്രഹിക്കുന്നുണ്ടല്ലേ? മാറ്റം ആഗ്രഹിക്കുന്നുണ്ട്. എന്താ ഒരു രാഷ്ട്രീയ കാലാവസ്ഥ എന്താ? അടിപൊളിയല്ലേ? അടിപൊളി. നല്ല മത്സരമല്ലേ? നല്ല മത്സരം. രണ്ടുപേരും നാട്ടുകാരും ജയിക്കും. നാട്ടുകാരും ജയിക്കും. നാട്ടുകാർ ജയിക്കും. ഉറപ്പാണ്. എന്താ കാരണം എന്താ? അതായത് ഇതൊരു ജനകീയ സ്ഥാനാർത്ഥിയാണ്. അപ്പൊ ജനങ്ങൾ എന്തായാലും ഗോവിന്ദ മാഷ്ക്ക് വോട്ട് കൊടുക്കും, ജയിപ്പിക്കും. CPM അണികളുടെ വോട്ടും കിട്ടും അല്ലേ? CPM വോട്ടും ഗണ്യമായിട്ട് കിട്ടും, നല്ലോണം കിട്ടും, സംശയമില്ല. എന്താ പറയാനുള്ളത്? അവരുടെ പ്രകടനത്തിനും യോഗങ്ങളിലും ഇതുപോലെ എല്ലാ സ്ഥലത്ത് പോകുന്ന ആളുകൾ, മഹാഭൂരിപക്ഷ ആളുകളും ഗോവിന്ദ മാസ്റ്റർക്കാർക്കും വോട്ട് ചെയ്യുക. ഐക്യജനാധിപത്യ മുന്നണിക്ക് തുടർച്ചയായിട്ട് കിട്ടുന്ന കാലങ്ങളായി കിട്ടുന്ന വോട്ടും ഗോവിന്ദ മാഷ്ക്ക് വ്യക്തിപരമായി ലഭിക്കുന്ന പാർട്ടി വോട്ടും കൂടി കൂട്ടുമ്പോൾ വലിയ മഹാഭൂരിപക്ഷത്തിന് ഗോവിന്ദ മാഷ് വിജയിച്ചിരിക്കും. ഒരുപാട് തെരഞ്ഞെടുപ്പ് കണ്ട ആളാണല്ലോ. ഇത്തവണ ഇച്ചിരി വ്യത്യസ്തമാണോ മത്സരം? ഇപ്പോഴത്തെ മത്സരം എന്ന് പറയുന്നത് രണ്ട് പാർട്ടിക്കാർ തമ്മിലാണ്. രണ്ട് പാർട്ടികൾ അത് ആ സംശയമില്ല കാര്യം. അതിന്റെ കാര്യം എന്താ? അതിന്റെ കാര്യം വെച്ചാല് 10 കൊല്ലം കേരളം നിൽക്കാൻ പറ്റില്ല, 5 കൊല്ലം അപ്പുറം പോകില്ല. നേരത്തെ ലേപം എടുത്തു 5 കൊല്ലം മാറിക്കൊടുക്കേണ്ട വലിയ ആക്കും എന്തെങ്കിലും ആയിട്ട് പുറത്ത് നീങ്ങണം. ഈ നീങ്ങുമ്പോ മറ്റേ ഭരണം മൊത്തത്തിൽ നന്നാവും. എല്ലാ കാലം നന്നാണെങ്കിൽ ഒപ്പം ഐക്യ ജനാധിപത്യ മുന്നണി വിചാരിച്ച് നമ്മൾ ഇന്ത്യന്റെ ഭരണഘടന പ്രകാരം ഭരിക്കുന്ന അത് എല്ലാ ആൾക്കും അതിന്റെ ആനുകൂല്യം പ്രശ്നമാണ്. അതിന് ദോഷം ചെയ്യാൻ വേണ്ട. എന്ത് മതാചാരത്തിൽ ഒരു തടസ്സം ഉണ്ടാകും. അതല്ല ഐക്യ ജനാധിപത്യം ഏകം പോകുമ്പോൾ അതിനാണ് 5 കൊല്ലം വൈകുന്നത്. 10 കൊല്ലം പോയാൽ അതിന് എന്താ ഇവിടുത്തെ രാഷ്ട്രീയ കാലാവസ്ഥ എന്താ? ശ്യാമൾ ടീച്ചറിനെ ജയിക്കും, വലിയ ഭൂരിപക്ഷം ജയിക്കും. TK ഗോവിന്ദ മാസ്റ്റർ മാറിയത് പ്രശ്നം ഉണ്ടാക്കില്ല, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ അങ്ങനെയാണ് മണ്ഡലത്തിലെ നമ്മുടെ ഈ പ്രദേശത്തെ ജനങ്ങൾക്ക് പറയാനുള്ളത്. ഇപ്പോൾ അവിടെ കാണുന്നത് TK ഗോവിന്ദ മാസ്റ്റർ കഴിഞ്ഞു ശ്യാമൾ ടീച്ചറുടെ സ്വീകരണം അല്പസമയത്തിനകം ഈ പ്രദേശത്ത് ഉണ്ടാകുമെന്നാണ്. അവരെ സ്വീകരിക്കാൻ ആളുകൾ ഇവിടെ നിൽപ്പുണ്ട്. സുമേഷ് മൊറാണിക്കൊപ്പം രഞ്ജിത്ത് രാമേന്ദ്രൻ, തളിപ്പറമ്പ്. തെരഞ്ഞെടുപ്പ് അടുത്താൾ സ്ഥാനാർത്ഥികൾ പ്രചാരണത്തിനായി കയറിയിറങ്ങാത്ത സ്ഥലങ്ങളില്ല. എറണാകുളത്ത് PJ വിനോദിന്റെ പ്രചാരണത്തിനെത്തിയ രമേശ് ചെന്നിത്തല പ്രചാരണത്തിന്റെ ഭാഗമായി മീൻകടയിലും എത്തി. മീനുകളെല്ലാം നോക്കിയ ചെന്നിത്തല ഇതിൽ തിരുത എവിടെയെന്ന് ചോദിച്ചുകൊണ്ടായിരുന്നു KV തോമസിനെതിരായ OEM ബിൽഡ്. തിരുതാ തോമ എന്ന് വിളിച്ചതിൽ അഭിമാനമെന്ന രമേശ് ചെന്നിത്തലയ്ക്ക് മറുപടിയുമായി KV തോമസ്. കേരളത്തിന്റെ മത്സ്യത്തൊഴിലാളികളെയാണ് രമേശ് അപമാനിച്ചത്. തെരഞ്ഞെടുപ്പിൽ സമുദായം മറുപടി നൽകുമെന്നും KV തോമസ് പറഞ്ഞു. എന്നെ എല്ലാം അപമാനിച്ചിരിക്കും. ഞാൻ ഒരു KV തോമസ്, ഒരു മത്സ്യത്തൊഴിലാളി എന്ന് പറഞ്ഞ എനിക്ക് അഭിമാനം മാത്രമേ ഉള്ളൂ. ഇന്നലെ രമേശ് അപമാനിച്ചത് എന്നെയല്ല, മത്സ്യത്തൊഴിലാളികളാണ്. കേരളത്തിന്റെ കാവൽക്കാരായ മത്സ്യത്തൊഴിലാളികളെയാണ് രമേശ് അപമാനിച്ചത്. ഇത് കോൺഗ്രസിന്റെ പൊതുവെ സ്വഭാവമായിട്ട് മാറിയിരിക്കുക. രമേശിനൊപ്പം നിന്ന് നേതാക്കന്മാരുണ്ടല്ലോ, പേരൊന്നും പറയുന്നില്ല, അവരും ചിരിച്ച് ആ ചിരി മത്സ്യത്തൊഴിലാളിയുടെ മുഖത്ത് നോക്കി ചിരി. അതിനുള്ള മറുപടി മത്സ്യത്തൊഴിലാളിയോട്. UDFന്റെ പ്രചാരണ രംഗത്ത് സജീവമായി പെരുമ്പാവൂർ സിറ്റിംഗ് MLA എൽദോസ് കുന്നപ്പള്ളി. സീറ്റ് നൽകാത്തതിനാൽ ആദ്യ ദിവസങ്ങളിൽ മാറി നിൽക്കുകയായിരുന്നു എൽദോസ്. പെരുമ്പാവൂരിന് പുറമെ മറ്റു മണ്ഡലങ്ങളിലും UDFന് വേണ്ടി പ്രചാരണത്തിനെത്തുന്നുണ്ട്. സീറ്റ് നിഷേധിക്കപ്പെട്ടെങ്കിലും കോൺഗ്രസ് നേതൃത്വത്തിന്റെ തീരുമാനത്തിനൊപ്പം താൻ നിൽക്കുമെന്നാണ് എൽദോസ് പറയുന്നത്. എൽദോസ് കുന്നപ്പള്ളി പെരുമ്പാവൂർ മുന്നിലെ അദ്ദേഹം വളരെ സജീവമായിട്ട് തന്നെയാണ് ക്യാമ്പയിനിൽ പങ്കെടുക്കുന്നത്. ആദ്യഘട്ടത്തിൽ ക്യാമ്പയിനിൽ കാണാത്തതിനെ കുറിച്ചുള്ള ചില ചോദ്യങ്ങളുണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം പരിഭവങ്ങളൊക്കെ പറഞ്ഞു തീർത്ത് സജീവമാവുകയാണോ? തീർച്ചയായും കോൺഗ്രസിന് വലിയൊരു പ്രാധാന്യം സമൂഹത്തിലുണ്ട്. അതിന്റെ പ്രസക്തി വർദ്ധിച്ചു വന്നുകൊണ്ടിരിക്കുകയാണ്. ഈ കാലഘട്ടത്തിൽ കോൺഗ്രസ് പ്രവർത്തകനായി ഇരിക്കുക എന്ന് തന്നെ വലിയൊരു കാര്യമാണ്. ഞാൻ ഇന്ന് ആലുവ MLAയും എന്റെ സുഹൃത്തുമായ അൻവർ സാദത്തിന്റെ പ്രചരണ പരിപാടിയിൽ പങ്കെടുക്കാൻ വേണ്ടിയിട്ടാണ് രാവിലെ തന്നെ ഇവിടെ എത്തിയത്. അദ്ദേഹത്തിന് പ്രചരണ പരിപാടിയിൽ പങ്കെടുത്തു. ബഹുമാനപ്പെട്ട KC വേണുഗോപാൽ വന്നിട്ടുള്ള ഭവന സന്ദർശന പരിപാടിയിലും പങ്കെടുക്കാൻ കഴിഞ്ഞതിൽ അധികം സന്തോഷമുണ്ട്. എല്ലാ മണ്ഡലങ്ങളിലും കോൺഗ്രസിന് വലിയ മുന്നേറ്റം സൃഷ്ടിക്കാൻ കഴിയുന്നൊരു സാഹചര്യമാണുള്ളത്. കേരളത്തിൽ 10 വർഷങ്ങൾക്ക് ശേഷം UDFന്റെ ഒരു ഗവൺമെന്റ് അധികാരത്തിൽ വരാൻ പോകുന്നു. തീർച്ചയായും അതിനുവേണ്ടി പ്രവർത്തിക്കുക. ഏറ്റവും വലിയ ലീഡിൽ
നമ്മുടെ സ്ഥാനാർത്ഥിയിൽ വിജയിക്കുക എന്നുള്ളതാണ് ലക്ഷ്യം. വേറെ മണ്ഡലങ്ങളിലേക്ക് പോകുന്നുണ്ടോ പ്രചാരണത്തിന്? തീർച്ചയായും. ഇന്നലെ ഞാൻ കോട്ടയത്ത് പോയി, കോതമംഗലത്ത് പോയി, പെരുമ്പാവൂർ പോയി, അതോടൊപ്പം തന്നെ തൊട്ടപ്പുറം മോൻസ് ജോസഫിൻ്റെ മണ്ഡലത്തിൽ പോയി. എല്ലാ മണ്ഡലങ്ങളിലും പോയി UDFിൻ്റെ സ്ഥാനാർത്ഥികൾക്ക് വേണ്ടി പ്രചരണ പരിപാടിയിൽ പങ്കെടുക്കുകയും അവർക്ക് വേണ്ടി പ്രവർത്തിക്കുകയും ചെയ്തു. മറ്റ് അഭ്യൂഹങ്ങളൊന്നും തന്നെയില്ല, എല്ലാം തന്നെ പാർട്ടി തീരുമാനം അംഗീകരിക്കുന്നു, എല്ലാം സെറ്റിൽഡാണ്. എൽദോസിന്റെ നിറഞ്ഞ ചിരിയിൽ തന്നെ അദ്ദേഹത്തിന്റെ മറുപടി എല്ലാം വളരെ വ്യക്തമാണ്. കാരണം തന്നെക്കുറിച്ച് ഇനി അഭ്യൂഹങ്ങളില്ല, വളരെ സജീവമായിട്ട് തന്നെ പ്രചാരണ പരിപാടികൾ പങ്കെടുക്കുമെന്ന ഒരു ഉറപ്പ് കൂടിയാണ് എൽദോസ് നൽകുന്നത്. പെരുമ്പാവൂരിൽ നിന്ന് ക്യാമറമാൻ മനോജിനൊപ്പം ജാനി പോൾ, ന്യൂസ് 18. കൊച്ചി പള്ളുരുത്തിയിൽ 2 അപകടങ്ങളിലായി 3 ബൈക്ക് യാത്രക്കാരായ 3 യുവാക്കൾ മരിച്ചു. പുലർച്ചെ 1 മണിയോടെ നിയന്ത്രണം വിട്ട ബൈക്ക് പോസ്റ്റിലിടിച്ചായിരുന്നു ആദ്യത്തെ അപകടം. ഇതിൽ കാൽവിൻ ജേക്കബ്, സൂരജ് എന്നീ 2 യുവാക്കളാണ് മരിച്ചത്. തുടർന്ന് കണ്ണങ്കാട് പാലത്തിന് സമീപം ബൈക്കുകൾ കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിലാണ് 22-കാരൻ അനന്തു മരിച്ചത്. തിരുവനന്തപുരം മൃഗശാലയിൽ കാണികൾക്ക് കൗതുക കാഴ്ചയായി സൂര്യയും സിംബയും. പിച്ച വെച്ച് നടക്കാൻ തുടങ്ങിയതോടെ ഇരുവർക്കും പുതിയ കൂടുകൾ ഒരുങ്ങിക്കഴിഞ്ഞു. പറഞ്ഞു വരുന്നത് മറ്റാരുടെയും കാര്യമല്ല, 2 മാസം മുൻപ് പിറന്ന സിംഹക്കുട്ടികളുടെ വിശേഷങ്ങളാണ്. മൃഗസ്നേഹികൾക്ക് മുഴുവൻ വലിയ സന്തോഷം പകർന്നുകൊണ്ടാണ് തിരുവനന്തപുരം മൃഗശാലയിൽ നിന്ന് 2 മാസം മുമ്പ് ഒരു കൗതുക വാർത്ത പറഞ്ഞത്. അതായത് ഇവിടെ ദീർഘവർഷങ്ങൾക്ക് ശേഷം 2 സിംഹക്കുട്ടികൾ ഉണ്ടായി എന്ന കാര്യം. അതിനുശേഷം ഇപ്പോൾ ഏതാണ്ട് 68 ദിവസം പിന്നിടുന്നു. ഈ സിംഹക്കുഞ്ഞുങ്ങൾ എന്തായി, അതിൻ്റെ വളർച്ച എന്തായി എന്നൊന്ന് നേരിൽ കാണാൻ എത്തിയതാണ് ഞങ്ങൾ. ഇവിടെ അതിനെ നേരത്തെ ഇട്ടിരുന്ന ഒരു പ്രത്യേക റൂമിൽ നിന്ന് മാറ്റി പ്രത്യേക സജ്ജമാക്കിയ ഒരു ഇടത്തേക്ക് ഈ 2 സിംഹക്കുഞ്ഞുങ്ങളെ മാറ്റിയിരിക്കുകയാണ്. അതിന് പേരുകൂടി ഇട്ടുവെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്നോടിപ്പം ഒപ്പം മൃഗശാലയിലെ ഡോക്ടർ മുകേഷ് കൂടി ചേരുന്നു. എന്തൊക്കെയാണ് ആദ്യം ഇതിൻ്റെ പേര് എന്തൊക്കെയാണ് ഇട്ടേക്കുന്നത്? ഇപ്പോൾ പേരിട്ടേക്കുന്നത് സിംബ എന്നും സൂര്യ എന്നുമാണ്. മെയിലിനെ നമ്മൾ സിംബ എന്നും ഫീമെയിലിനെ സൂര്യ എന്നാണ് മിനിസ്റ്റർ തന്നെയാണ് പേരിട്ടത്. ഇപ്പോൾ കുട്ടികളെ നമ്മൾ ഇന്നാണ്, ഇതൊരു ക്വാറന്റൈൻ ഫെസിലിറ്റിയാണ്. വലിയ മൃഗങ്ങളെ കൊണ്ടുവരുന്ന സമയത്ത് കുറച്ച് ദിവസം പാർപ്പിക്കുന്നതിനുള്ള ക്വാറന്റൈൻ ഫെസിലിറ്റിയാണ്. അപ്പോൾ ഇതിൻ്റെ ഫസ്റ്റ് ഫ്ലോറിനെ നമ്മൾ പ്രത്യേകമായിട്ട് സജ്ജീകരിച്ചെടുത്തേക്കാണ് കുട്ടികളെ നിർത്താൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതിപ്പോൾ അവർക്ക് ഈ പ്രായത്തിൽ അവർക്ക് ഓടി നടക്കേണ്ട ഒരു സമയമാണ്. അപ്പോൾ മസിൽ ഡെവലപ്മെൻ്റ് ഒക്കെ ഉണ്ടാകേണ്ട ഒരു കാലമാണ്. അപ്പോൾ അതുകൊണ്ട് വലിയ സ്പേസ് വേണം. അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനത്തെ ഒരു സ്പേസിലേക്ക് മാറ്റിയത്. ഇപ്പോൾ ഒരു വളരെ ഹെൽത്തി ആയിട്ടിരിക്കുന്നുണ്ട്. എങ്ങനെയാണ് ഡോക്ടറോടുള്ള റെസ്പോൺസ് എങ്ങനെയാണ്? ഇപ്പോൾ അങ്ങനെ എന്തായാലും അവർക്ക് ആ വൈൽഡ് ബിഹേവിയർ അവരുടെ ഉള്ളിൽ തന്നെ ഉണ്ടാവും. ഇപ്പോൾ എന്തായാലും വലിയ പ്രശ്നമൊന്നുമില്ല. കുട്ടികളെ പോലെയാണ്, വളരെ ക്യൂട്ടാണ്. നമുക്ക് അടുത്ത് പോകുമ്പോഴൊക്കെ പിടിക്കാനും തൊടാനും എടുക്കാനൊക്കെ പറ്റും. അതെ, നമുക്ക് തീർച്ചയായിട്ടും നമ്മളിപ്പോൾ സോളിഡ് ഫുഡിലേക്ക് മാറിയിട്ടുണ്ട്. നമ്മളിതുവരെ മിൽക്ക് മാത്രമായിരുന്നു, അതിൽ നിന്ന് മാറിയിട്ട് ഇപ്പോൾ നമ്മൾ ചിക്കനും ബീഫും മിൻസ്ഡ് മീറ്റായിട്ട് കൊടുത്തു തുടങ്ങിയിട്ടുണ്ട്. ഈ ആദ്യം പ്യുവർ ലിക്വിഡ് ആയിരുന്നു, അതിൽ നിന്ന് 1 മാസം പിന്നിട്ടാണോ ഇങ്ങനെ? കഴിഞ്ഞ ഒരു 20 ദിവസമായിട്ട് നമ്മളിപ്പോൾ സോളിഡ് ഫുഡ് കൊടുത്തു തുടങ്ങിയിട്ടുണ്ട്. ക്രമേണ ഇൻട്രൊഡ്യൂസ് ചെയ്തതാണ്, കുറേശ്ശെ അത് കൊടുത്ത് ഇപ്പോഴും നമ്മൾ മിൽക്ക് കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. അതായത് ഇപ്പോൾ ഇത് ഈ കൊടുക്കുന്ന മിൻസ്ഡ് മീറ്റ് തന്നെ പാലിൽ കുതിർത്താണ് കൊടുക്കുക, പാല് കൂടെ ചേർത്തിട്ടാണ്. ഒരു പ്രധാനപ്പെട്ട കാര്യം അന്ന് പറഞ്ഞിരുന്നു നമ്മൾ ആദ്യം കണ്ടപ്പോൾ, ഈ അമ്മ ആൺസിംഹവും പെൺസിംഹവും എൻ്റെ അച്ഛനും അമ്മയും പിന്നെ അങ്ങോട്ട് വലിയൊരു സ്നേഹം കാണിച്ചിട്ടില്ലെന്ന്. അതിനുശേഷം ഈ വളർന്ന ശേഷം കണ്ടിട്ടുണ്ടോ? ഇല്ല, അവർ തമ്മിൽ കണ്ടിട്ടില്ല. ഇനി ഒരിക്കലും അവർ കാണാൻ അങ്ങനെ ഒരു സാഹചര്യം ഇനി ഉണ്ടാകുമെന്ന് തോന്നുന്നില്ല. ഇനി ഇവരെ നമ്മൾ പ്രത്യേകം കൂടുകളിലേക്കായിരിക്കും മാറ്റുന്നത്. പിന്നീട് അവർ തമ്മിൽ അങ്ങനെ ഒരു കോമ്പാറ്റിബിലിറ്റി നോക്കിയതിന് ശേഷം പറ്റുമെങ്കിൽ ഒരുമിച്ച് ഒരു പ്രൈഡായിട്ട് വളർത്തുന്ന കാര്യം ആലോചിക്കും. അതല്ലാണ്ട് അവർക്കിടയിൽ ഒരു ഇമോഷണൽ ബോണ്ട് അങ്ങനെ ഇല്ല. മൃഗങ്ങളുടെ കാര്യത്തിൽ അങ്ങനെ ഇല്ല. അവരുടെ പ്രൊലാക്റ്റിൻ എന്ന് പറയുന്ന ഹോർമോൺ പോകുന്നതോടുകൂടി പിന്നെ അവരുടെ മദറിങ് ടെൻഡൻസിയൊക്കെ പോയി. പിന്നെ അവർക്ക് ഒരിക്കലും എൻ്റെ കുട്ടിയാണ് എന്നുള്ളൊരു ചിന്തയൊന്നും ഉണ്ടാവില്ല. അപ്പം ഇപ്പോൾ അച്ഛനും അമ്മയും എല്ലാം ഇപ്പോൾ തൽക്കാലം ഞാനും സ്റ്റാഫും ഒക്കെ തന്നെയാണ്. അപ്പോൾ അത്തരത്തിലാണ് ഇതൊരു കൗതുക കാഴ്ച കൂടിയാണ്. കാരണം പൂച്ചയും പട്ടിയും ഒക്കെ എങ്ങനെയാണോ ഒരുമിച്ച് കൂടുമ്പോൾ കിടന്ന് പരസ്പരം കടിപിടി കൂടി അവരുടെ സമയങ്ങൾ ചെലവഴിക്കുന്നത്, അതിന് സമാനമായ തരത്തിൽ തിരുവനന്തപുരം മൃഗശാലയിൽ 2 സിംഹക്കുട്ടികൾ അത്തരത്തിൽ അവർ പിച്ച വെച്ച് നടന്ന് ഓടാനുള്ള കരുത്ത് നേടിക്കൊണ്ടിരിക്കുകയാണ്. തിരുവനന്തപുരം മൃഗശാലയിൽ വേനൽ അവധിക്കാലം കൂടിയാണ്, അതിൽ വലിയൊരു അവസരമാണ് ഒരുങ്ങുന്നത്. ക്യാമറമാൻ അരുണിനൊപ്പം ഡാൻ കുര്യൻ, ന്യൂസ് 18.